മാക്സിമം എല്ലാവരും വീഡിയോ മോഡിൽ വരണേ. ഞാൻ മാത്രമേ ഇപ്പോൾ വീഡിയോ മോഡിലുള്ളൂ. മാക്സിമം വീഡിയോ മോഡിൽ വരാൻ കഴിയുന്നവർ വരാം. അപ്പോൾ ഇന്നത്തെ മോർണിംഗ് സെഷനിലേക്ക് എല്ലാവരെയും വളരെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ഞാൻ വെൽക്കം ചെയ്യുകയാണ്. എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തെ മെഡിറ്റേഷൻ സെൽഫ് ലവ് മെഡിറ്റേഷൻ ആയിരുന്നു അല്ലേ? എല്ലാവരും വീഡിയോ മോഡിൽ വരൂ കേട്ടോ. മാക്സിമം വരാൻ പറ്റുന്നവർ, എനിക്കറിയാം മോർണിംഗ് ടൈം ആണ്. അപ്പോൾ ചില ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. ബുദ്ധിമുട്ടില്ലാത്തവർ എന്ത് ചെയ്യുക, വീഡിയോ മോഡിൽ വരാം. ഞാൻ മാത്രം വീഡിയോ മോഡിലാവുമ്പം എനിക്ക് അല്ലേ, നമ്മളുടെ കൂടെയുള്ളവരും മീൻസ് വാച്ച് ചെയ്യുന്നവരും വീഡിയോ മോഡിൽ വരുമ്പോഴാണ് ഇവിടെ ട്രെയിനേഴ്സിന് ഒരു എനർജി ഉണ്ടാവുക, ഒരു ഐ കോണ്ടാക്റ്റ് വരിക അല്ലേ. അപ്പം അത് വേണം. ഇപ്പം എന്താണ്, നിങ്ങൾ വീഡിയോ മോഡിൽ വരണം. ഓക്കെ, ഇന്നത്തെ സെഷന് വേണ്ടിയിട്ട് എല്ലാവരും റെഡിയാണോ? ആർ യു റെഡി? എല്ലാവരും ടെക്സ്റ്റ് ചെയ്തേ. യെസ് റെഡിയാണ്. മാം. ആർ റെഡി. ഇ എന്ന് ടെക്സ്റ്റ് ചെയ്തേ. ആർ ഇ എന്നൊന്ന് ടെക്സ്റ്റ് ചെയ്തേ. താങ്ക് യു റാഹിബ്, താങ്ക് യു സോ മച്ച്. താങ്ക് യു റഫീഖ് സർ. റഫീഖ് സർ ട്രാവലിംഗിലാണെന്ന് തോന്നുന്നു അല്ലേ? റെഡിയാണ്. ഓക്കെ ഓക്കെ, നമുക്ക് സെഷനിലേക്ക് കടക്കാം. ഞാൻ നമ്മുടെ സ്ലൈഡ് PPT ഒന്ന് ഷെയർ ചെയ്യട്ടെ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ? ഓവർ തിങ്കിങ്, ആങ്സൈറ്റി ആൻഡ് EFT ഹീലിംഗ്. എന്താണ്, ഇവിടെ ഇരിക്കുന്നവർക്ക് ആർക്കെങ്കിലും ഓവർ തിങ്കിങ് ഉണ്ടോ? അതുപോലെ ആങ്സൈറ്റി ഉണ്ടോ? എന്താണ് ഇവിടെ ഉള്ളവരുടെ ഒരു ആ, കാര്യങ്ങൾ എങ്ങനെയാണ് അല്ലെ? ചിന്തകൾ, അമിതമായിട്ട് ചിന്തകൾ, നമ്മുടെ കൺട്രോളിലല്ലാതെ ചിന്തകൾ നിങ്ങളെ ബുദ്ധിമുട്ടാക്കാറുണ്ടോ? ഒന്ന് ടെക്സ്റ്റ് ചെയ്യണേ എല്ലാവരും. നമുക്ക് ഇന്ററാക്ട് ചെയ്തുകൊണ്ട് പോവാം. എന്താണ്? യെസ്, ഉണ്ടാവാറുണ്ട് അല്ലേ ഓവർ തിങ്കിങ്. സന്യ പറയുന്നു യെസ് യെസ്. അതെ, ഏകദേശം എല്ലാവരും എന്ന് പറയുന്നത് പോലെ ഫേസ് ചെയ്യുന്ന ഒരു ചലഞ്ചാണ് ഓവർ തിങ്കിങ് എന്നുള്ളത്. നമ്മൾ വേണ്ട, എനിക്ക് ചിന്തിക്കേണ്ട, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലുണ്ടാവും എൻ്റെ മൈൻഡ് കാം ആവണം, എനിക്ക് ഒരു പീസ് എനിക്ക് ഫീൽ ചെയ്യണം, സമാധാനം വേണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കും അല്ലേ? പക്ഷെ നമ്മുടെ കൺട്രോളിലല്ലാതെ തോട്ട്സ് വന്നുകൊണ്ടേയിരിക്കും. വൺ ബൈ വൺ ആയിട്ട് തോട്ട്സ് 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 തോട്ട്സ്. എപ്പോഴും നമ്മൾ എന്താണ്, നമ്മൾ സ്ട്രെസ്ഡ് ആണ് അല്ലേ? ഓവർ തിങ്കിങ്. ഒരു ചെറിയ കാര്യം മതി, നമ്മൾ സംഭവിച്ച കാര്യം ഒരു ചെറുതായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചാലഞ്ച് ചെറുതായിരിക്കാം. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, അത് ചിന്തിച്ച് 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 വലുതായി 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 പിന്നെ നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റാത്ത രീതിയിലെത്തും. റിയാലിറ്റിയിൽ അത് ചെറുതേ ഉണ്ടാവുള്ളൂ. പക്ഷെ നമുക്ക് എന്താണ്, നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, നമ്മുടെ തോട്ട്സിനെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മളെപ്പോഴും ഒരു അലേർട്ട് മോഡിലായിരിക്കും അല്ലേ? ഞാൻ ഓക്കെ അല്ല, ഞാൻ സേഫ് അല്ല, എൻ്റെ ഫ്യൂച്ചർ എന്താവും എന്നുള്ള രീതിയിൽ നമ്മൾ എന്താണ്, പേടിച്ചുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം എന്താണ് ഓവർ തിങ്കിങ്ങിന്റെ കാരണം എന്താണ്, എന്തുകൊണ്ട് നമ്മളുടെ മനസ്സിനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, നമ്മുടെ ചിന്തകളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, എന്തുകൊണ്ട് നമ്മൾ ആങ്ഷ്യസ് ആകുന്നു എന്നുള്ളതൊക്കെ മനസ്സിലാക്കാം. കൂടെ അതിനൊരു സൊല്യൂഷനും കൂടെ നമുക്കിന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് ഓവർ തിങ്കിങ്? ഓവർ തിങ്കിങ് ഈസ് നോട്ട് ഇന്റലിജൻസ്, ഇറ്റ് ഈസ് മെന്റൽ എക്സോഷൻ കോസ്ഡ് ബൈ ഇമോഷണൽ ഫിയർ. ദ മൈൻഡ് കീപ് സെർച്ചിങ് ഫോർ സേഫ്റ്റി ത്രൂ തിങ്കിങ്. ആക്ച്വലി നമ്മുടെ മൈൻഡ് ചെയ്യുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു സൊല്യൂഷൻ കണ്ടെത്താനാണ് തിങ്ക് ചെയ്ത് പോകുന്നത്. നമ്മുടെ ഒരു സേഫ്റ്റി, നമ്മളിപ്പോൾ ഒരു പ്രശ്നത്തിലായിരിക്കുമ്പോൾ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് എന്താണ്, സെർച്ച് ചെയ്യാണ് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചിന്തകളിലൂടെ. അപ്പം അതാണ് പ്രശ്നമായിട്ട് വരുന്നത്. എന്നാൽ ഓവർ തിങ്കിങ് എന്ന് പറയുന്ന ഒരു ഇന്റലിജൻസ് അല്ല.
ഓവർ തിങ്കിങ് എന്ന് പറയുന്നത് ഇന്റലിജൻസ് അല്ല. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഈ ചിന്തയിലൂടെ നമ്മളൊരു സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടി മൈൻഡ് ശ്രമിക്കുന്നുണ്ടെങ്കിലും അതെന്തല്ല, നമുക്കൊരു സൊല്യൂഷൻ എപ്പോഴെങ്കിലും കിട്ടാറുണ്ടോ? ഓവർ തിങ്ക് ചെയ്ത് പോയി 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 എന്തെങ്കിലും സൊല്യൂഷൻ കിട്ടാറുണ്ടോ? ഒരിക്കലുമില്ല. നമ്മൾ എന്താണ്, സ്ട്രഗിൾ ചെയ്യാണ് ചെയ്യുക. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതെന്താണ്? ഒരു മെന്റൽ എക്സോഷനാണ്. നമ്മളുടെ ഉള്ളിലുള്ള ഇമോഷണൽ ഫിയറിന്റെ ഒരു, അത് കാരണം നമ്മുടെ ഉള്ളിൽ ഒരുപാട് ഫിയറും ഒരുപാട് പ്രശ്നങ്ങളും നമ്മൾ അനുഭവിക്കുന്നത് കൊണ്ടുള്ള ഒരു മെന്റൽ എക്സോഷനാണ് ഓവർ തിങ്കിങ് എന്ന് പറയുന്നത്. മെന്റലി നമ്മൾ വീക്കാണ്, അല്ലെങ്കിൽ ഈ ഓവർ തിങ്കിങ് എന്നുള്ളത്, ഓവർ തിങ്കിങ് എന്ന ഒരു പ്രശ്നമല്ല, അതിന്റെ പിന്നിൽ ഒരുപാട് കാരണങ്ങളുണ്ട്. അതുകൊണ്ടാണ് ആ കാരണങ്ങൾ ക്ലിയർ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ഓവർ തിങ്കിങ് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓവർ തിങ്കിങ് എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് പ്രോബ്ലം അല്ല, അല്ലെങ്കിൽ ഒരു സിംഗിൾ പ്രോബ്ലം അല്ല. അത് നമുക്ക് ഓവർ തിങ്കിങ് എന്ന ലേബലിൽ നമുക്കത് ക്ലിയർ ചെയ്യാനും കഴിയില്ല. അതെന്താണ് പ്രശ്നം? അതിൻ്റെ നമ്മളുടെ ഒരു മാനസികമായിട്ടുള്ള ഒരു എക്സോഷനാണ്. നമ്മൾ എപ്പോഴും എക്സോസ്റ്റഡ് ആണ്, നമ്മൾ ട്രബിളിലാണുള്ളത്, നമ്മൾ സേഫ് അല്ല. എന്തുകൊണ്ട്? നമ്മുടെ ഉള്ളിലുള്ള ഒരുപാട് ഇമോഷണൽ ഫിയറും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടുള്ള ഒരു മെന്റൽ എക്സോഷൻ മാത്രമാണ് എന്ത്, ഓവർ തിങ്കിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കോമൺ ഓവർ തിങ്കിങ് പാറ്റേൺസ് എന്തൊക്കെയാണ് സാധാരണയായിട്ട് വരാറുള്ളത്? ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നമ്മൾ ചെയ്തത് തെറ്റായിപ്പോയി എന്ന് വിചാരിക്കാം. ഉം. എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം നമ്മൾ ചെയ്തപ്പോൾ ഒന്ന് ചെറിയൊരു പാളിച്ച വന്നു. അപ്പൊ ആ സമയത്ത് എന്താണ് നമ്മൾ ചിന്ത ചെയ്യുക? എന്താ നമ്മൾ ചിന്തിക്കുക? നമ്മൾ തിങ്ക് ചെയ്യുക എന്താണ്? വാട്ട് വിൽ പീപ്പിൾ തിങ്ക്? മറ്റുള്ളവർ എന്ത് വിചാരിക്കും? അല്ലെ, എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു പ്രശ്നം വന്നു, ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് വന്നു, മറ്റുള്ളവർ എന്ത് വിചാരിക്കും? ഡിഡ് ഐ സേ സംതിങ് റോങ്? ഞാൻ എന്തെങ്കിലും തെറ്റായി പറഞ്ഞോ? വാട്ട് ഇഫ് ഐ ഫെയിൽ? ഞാൻ ഫെയിൽ ആകുമോ? അല്ലെ, ഇങ്ങനെയുള്ള തോട്ട്സ് ഒക്കെ നമുക്ക് വരാറുണ്ട്. വാട്ട് ഫീൽ ഇഫ് ഐ ലോസ് ദിസ്? എനിക്കിത് നഷ്ടപ്പെടും. ഒരു എക്സാമ്പിളിലൂടെ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു, നമ്മുടെ ഫ്രണ്ടുമായിട്ട് നമ്മൾ ചെറിയൊരു വഴക്കുണ്ടായി എന്ന് വിചാരിക്കുക. നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പോൾ നമ്മൾ തമ്മിലൊരു ചെറിയൊരു ആർഗ്യുമെന്റ് വന്നു. അപ്പോൾ നമ്മൾ പിന്നീട് അത് കഴിഞ്ഞ ശേഷം, ഇപ്പോൾ നമ്മളുടെ ഭാഗത്ത് മിസ്റ്റേക്സ് ഒന്നുമില്ല, നമ്മൾ തെറ്റ് ചൂണ്ടിക്കാട്ടി എന്ന് വിചാരിക്കുക. എങ്കിൽ പോലും അത് കഴിഞ്ഞാൽ ഈ ഓവർ തിങ്കിങ് ഉള്ള ഒരാൾക്ക് എന്തൊക്കെ ചിന്തകൾ വരും? അല്ലേ, പറയണ്ടായിരുന്നു, ആൾക്ക് നന്നായിട്ട് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്, ഇനി ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് നഷ്ടപ്പെടുമോ? അല്ലേ, ഞാൻ എന്തൊക്കെയാ പറഞ്ഞത്, ഞാൻ എന്തൊക്കെ വേർഡ്സ് ആണ് യൂസ് ചെയ്തത്, അല്ലേ, ഇനിയിപ്പോൾ അത് ആരോടെങ്കിലും അവൻ പറയോ, ഇത് മറ്റുള്ളവരൊക്കെ അറിയോ, എൻ്റെ അടുത്താണ് മിസ്റ്റേക്ക് എന്ന് ആരെങ്കിലും വിചാരിക്കോ? ഈ രീതിയിൽ അങ്ങ് പോയിട്ട്, അല്ലേ, നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് അത് മാറും. അപ്പോൾ നമ്മൾ ഏതൊരു നമ്മുടെ ലൈഫ് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും, നമ്മൾ നിരന്തരമായിട്ട് നമ്മൾ പോകുന്നൊരു പാറ്റേൺ ഉണ്ടാവും. അല്ലെ, തിങ്ക് ചെയ്ത് പോകുന്നൊരു പാറ്റേൺ ഉണ്ടാവും. അത് കണക്ട് ചെയ്ത് എന്തിലാണ്? നമ്മൾ പാസ്റ്റിൽ അനുഭവിച്ച പ്രശ്നങ്ങളുമായിട്ട് ഇത് കണക്റ്റഡ് ആണ്. മറ്റുള്ളവരെന്ത് വിചാരിക്കും? അല്ലെ, നമ്മളത് ചെറിയൊരു കാര്യമായിരിക്കാം. ശരിക്കും ഈ ഫ്രണ്ടുമായിട്ടുള്ള ഇഷ്യൂ നമുക്ക് എങ്ങനെ ഒതുക്കാം? നമ്മുടെ മൈൻഡിൽ, എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു, അല്ലെ, നോ പറയേണ്ടടുത്ത് നമ്മൾ നോ പറയണം എന്നുള്ളൊരു കാര്യം മാത്രമാണത്. പക്ഷേ ഓവർ തിങ്കിങ് ഉള്ള ഒരാൾക്ക് എന്ത് വരും? ഈ രീതിയിൽ ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ചത് വലിയൊരു പ്രശ്നമായിട്ട് നമ്മുടെ മനസ്സിൽ, നമ്മളുടെ സമാധാനം നഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു പ്രശ്നമായിട്ട് അത് മാറും. ആ സമയത്ത് നമ്മൾ തിങ്ക് ചെയ്യും, എന്ത്, ഞാൻ എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ, ഞാൻ എന്തിനാ ഇങ്ങനെയൊക്കെ പ്രശ്നത്തിലൂടെ, ഞാൻ ഇത്ര വലിയ കാര്യമൊന്നും ഇല്ലല്ലോ, ഞാൻ എന്തിനാ ഇങ്ങനെ സ്ട്രെസ്ഡ് ആവണേന്നൊക്കെ ചിലപ്പോൾ നമുക്കൊരു ബോധം വരും, ഒരു അവയർനെസ് വരും. എങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നമ്മുടെ മൈൻഡിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല, നമ്മുടെ തോട്ട്സിനെ മാനേജ് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല എന്നുള്ളതാണ് സത്യം. ഓക്കെ, ഇപ്പൊ ഈ ഓവർ തിങ്കിങ് യൂഷ്വലി എപ്പോഴാണ് കൂടുന്നത്? സാധാരണയായിട്ട് ഓവർ തിങ്കിങ് കൂടുന്നത് എപ്പോഴാണ്? നോക്കാം. ഇമോഷൻസ് ആർ സപ്രസ്ഡ്. നമ്മളുടെ ലൈഫിൽ നമ്മൾ ഒരുപാട് ഇമോഷൻസിലൂടെ കടന്നു പോകുന്നവരാണ്, അല്ലെ. ഈ ഇമോഷൻസ് സപ്രസ് ചെയ്ത് വെക്കുന്നത് കൊണ്ടാണ് ഞാൻ പറഞ്ഞു, എന്ത്, ഓവർ തിങ്കിങ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ പ്രോബ്ലം അല്ല. അതിന് ഡയറക്റ്റ് നമുക്ക് ക്ലിയർ ചെയ്യാൻ കഴിയില്ല. അത് എന്തുകൊണ്ടാണത് വരുന്നത്? എന്താണ് ഇതിന്റെ കാരണങ്ങൾ? നമുക്ക് എന്തുകൊണ്ട് ഓവർ തിങ്കിങ് വരുന്നു? അപ്പൊ നിങ്ങൾക്ക് ഓവർ തിങ്കിങ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് പോയി നോക്കണം. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ
നിങ്ങളുടെ ലൈഫിൽ ഉണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ ഈ ഓവർ തിങ്കിങ് ക്ലിയർ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ മൈൻഡ് കാമായിട്ട് നിൽക്കണം. നമ്മുടെ റിലേഷൻഷിപ്പ് ബെറ്റർ ആവണമെങ്കിൽ, നമ്മുടെ വർക്കിൽ നമുക്ക് ഫോക്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളുടെ റിലേഷൻഷിപ്പ് നമുക്ക് മറ്റുള്ളവരായിട്ട് നല്ല രീതിയിൽ പെരുമാറണമെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് എന്ത് വേണം? നമ്മുടെ മൈൻഡ് കാമായിട്ടിരിക്കണം. അല്ലേ? നമ്മുടെ മൈൻഡ് കാമാകുമ്പോഴാണ് നമുക്ക് എനർജി ഫീൽ ചെയ്യുന്നതും നമുക്ക് കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതും. അപ്പോൾ ഈ ഓവർ തിങ്കിങ് എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നം തന്നെയാണ്. അത് ക്ലിയർ ചെയ്യുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ നോക്കുക, എന്തൊക്കെ ഈ കാര്യങ്ങൾ, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടോ, നിങ്ങൾ ഈ രീതിയിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നോക്കാം. അപ്പം ഇമോഷൻസ് ആർ സപ്രസ്ഡ്. നമ്മുടെ ഇമോഷൻസ് നമ്മൾ സപ്രസ് ചെയ്ത് വെക്കുന്ന സിറ്റുവേഷൻസ് നമ്മുടെ ഒരു സ്വഭാവമായിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? നമുക്ക് ഓവർ തിങ്കിങ് വരും. ഇപ്പോൾ ഒരു പാസ്റ്റ് എക്സ്പീരിയൻസസ് നോക്കാം. നമ്മളൊരു സങ്കടത്തിലൂടെ, ഒരു വിഷമത്തിലൂടെ കടന്നുപോയി, അല്ലെങ്കിൽ നമ്മൾ ഹേർട്ടായി എന്ന് വിചാരിക്കുക. നമ്മൾ നമ്മുടെ ഫാമിലിയിൽ ഒരു ഫംഗ്ഷൻ നടക്കുകയാണ്. ഈ ഫാമിലിയിൽ ഫംഗ്ഷൻ നടന്നപ്പോൾ നമ്മുടെ ഏതോ കസിനോ എന്തെങ്കിലും മോശമായിട്ട് നമ്മളെ കുറിച്ച് സംസാരിച്ചു. അപ്പോൾ നമുക്കത് വല്ലാതെ ഹേർട്ടായി. ഓക്കെ, നമുക്കത് വല്ലാതെ ഹേർട്ടായിട്ട് നമ്മളത് എന്ത് ചെയ്യാണ്? സപ്രസ് ചെയ്യാണ്. എനിക്ക് ഹേർട്ടായിട്ടൊന്നുമില്ല, ഇറ്റ്സ് ഓക്കെ എന്നുള്ള രീതി, ഇറ്റ്സ് ഓക്കെ എന്നുള്ള അക്സെപ്റ്റൻസ് അല്ല, എന്താണ്, നമ്മളത് അവിടെ അടക്കി വെക്കുകയാണ്, സപ്രസ് ചെയ്ത് വെക്കുകയാണ്. അതുപോലെ നമുക്ക് കരച്ചിൽ വരുന്ന സിറ്റുവേഷൻസ്, അല്ലെ? ഒരുപാട് സങ്കടങ്ങളും വിഷമങ്ങളൊക്കെ വരുമ്പം എന്താണ് നമ്മൾ ചെയ്യുന്നത്? നമ്മളത് എക്സ്പ്രസ് ചെയ്യില്ല, കരയോ അല്ലെങ്കിൽ നമ്മളത് ഫീൽ ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യും? അടക്കി പിടിക്കും. അതുപോലെ നമ്മൾ ഒരുപാട് നമ്മളെ എന്താ പറയുക, കുറ്റപ്പെടുത്തലുകൾ നമ്മൾ അനുഭവിക്കുകയാണ്. ഇവിടേക്ക് നമ്മൾ എന്താണ്? അതെല്ലാം സപ്രസ് ചെയ്ത് റിയാക്ട് ചെയ്യല റെസ്പോണ്ട് ചെയ്യുകയൊന്നും ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യാണ്? അത് സപ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇമോഷൻസിനെ, നമ്മുടെ ലൈഫിലൂടെ നമ്മൾ ഓരോ സർക്കംസ്റ്റാൻസിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് പല ഇമോഷൻസിലൂടെ നമ്മൾ കടന്നു പോകും, അല്ലേ? ഡെയിലി ഒന്ന് നമ്മുടെ ലൈഫിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നെഗറ്റീവ് ഇമോഷൻസിലൂടെ ഒരുപാട് നമ്മൾ കടന്നു പോകുന്നില്ലേ? ഇതെല്ലാം നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നുണ്ടോ? ഇതെല്ലാം എന്താ നമ്മൾ ചെയ്യുന്നത്? സപ്രസ് ചെയ്ത് വെക്കുകയാണ്, അല്ലേ? ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്നവർക്ക് ഓവർ തിങ്കിങ് ഉണ്ടായിരിക്കും. ആ ഒരു പ്രശ്നം അവർ ഫേസ് ചെയ്യും. ഓക്കെ, അതുപോലത്തെ ലൈഫ് ഫീൽസ് അൺസേർട്ടൻ. ഒരു അനിശ്ചിതത്വമാണ് നമ്മുടെ ലൈഫിൽ. നമ്മുടെ കരിയർ എന്താവും, നമ്മുടെ ഫ്യൂച്ചർ എന്താവും, ഒന്നും സ്റ്റേബിൾ അല്ല. നമ്മൾ ഫിനാൻഷ്യലി സെക്യൂർഡ് അല്ല, നമ്മൾ എന്തല്ല, നമ്മൾ പല ഏരിയാസ് നമുക്കൊരു അനിശ്ചിതത്വം ഫീൽ ചെയ്യാണ്. നമ്മുടെ ലൈഫ് എന്തെങ്കിലും ട്രോമാസ് ഒക്കെ വന്ന്, എന്തെങ്കിലും ചാലഞ്ചസ് നമ്മുടെ ലൈഫിലൂടെ കടന്നു പോകുമ്പോൾ, ഇപ്പം നമുക്ക് വലിയൊരു ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നു, നമ്മുടെ ബിസിനസ് അങ്ങ് പൊട്ടി പോയി എന്ന് വിചാരിക്കുക, അല്ലെ? ഒരു അൺസർട്ടനിറ്റിയാണ്, ഒരു അനിശ്ചിതത്വമാണ് ലൈഫിൽ സംഭവിച്ചിട്ടുള്ളത്. ഈ ഒരു അനിശ്ചിതത്വം സംഭവിക്കുമ്പോൾ എന്താണ്? നമുക്ക് നമ്മുടെ ഫ്യൂച്ചർ എന്താവും, ഇനി ഞാൻ ബിസിനസ് ചെയ്താൽ വിജയിക്കുമോ, ഇനി ഞാൻ എന്ത് ചെയ്യും, അല്ലേ? ലൈഫിൽ എന്ത് വേണം? ക്യാഷ് അല്ലെങ്കിൽ മണി എന്താണ്? അത്യാവശ്യമാണ്. അപ്പോൾ എനിക്കിത് എങ്ങനെ നേടാൻ പറ്റും? ഞാൻ എങ്ങനെ എൻ്റെ ഫാമിലിയെ ടേക്ക് കെയർ ചെയ്യും? എൻ്റെ കാര്യങ്ങൾ എങ്ങനെ ഈ ഒരു രീതിയിൽ അൺസർട്ടനിറ്റി നമ്മളിലൂടെ കടന്നു പോകുമ്പോൾ എന്തായിരിക്കും? നമുക്ക് ഈ രീതിയിൽ ഓവർ തിങ്കിങ് നമ്മൾ വല്ലാതെ വരും, അല്ലേ? നമ്മൾ എന്തെങ്കിലും പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് ഓവർ തിങ്കിങ് കൂടുതലായിട്ട് നമ്മളെ ബാധിക്കുന്നത്. അതുപോലെ സെൽഫ് ട്രസ്റ്റ് ഈസ് ലോ. നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ എന്തില്ല? ഒരു ട്രസ്റ്റ് ഇല്ല. ഐ എം നോട്ട് കേപ്പബിൾ, ഐ എം നോട്ട് ഗുഡ് ഇനഫ്, എനിക്ക് കഴിയില്ല, എന്നെ കൊണ്ട് പറ്റില്ല. ഇങ്ങനെയുള്ള ഇന്നർ തോട്ട്സ്, ഇന്നർ ബിലീവ്സ് എന്താവും? ഇങ്ങനെയുള്ള ഓവർ തിങ്കിങ്ങിന് കാരണമാവും. ഞാൻ എങ്ങനെ എൻ്റെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകും? എനിക്കതിന് കഴിയില്ല, ഇതിന് കഴിയില്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഞാൻ പരാജയപ്പെടുമോ, അല്ലേ? ഞാൻ എങ്ങനെ നേടും? ഞാൻ എന്ത് ചെയ്യും? അതിനുള്ള കഴിവ് എനിക്കില്ല. ഈ രീതിയിലുള്ള സെൽഫ് ട്രസ്റ്റ് ലോ ആയി കഴിഞ്ഞാലും എന്തായിരിക്കും? ഓവർ തിങ്കിങ് വരും, അല്ലേ? അവിടെയും ഒരു അൺസർട്ടനിറ്റിയാണ്. ഞാൻ എന്ത് ചെയ്യും? എങ്ങനെ ഞാൻ എൻ്റെ ജീവിതം പച്ചപിടിപ്പിക്കും, അല്ലേ? ഞാൻ എങ്ങനെ ഇൻകം ഏൺ ചെയ്യും? എനിക്ക് അതിനുള്ള കഴിവില്ല, ഞാൻ എന്ത് ചെയ്യും? ഞാൻ എന്താണ് എൻ്റെ ലൈഫിൽ ഒരു ഗോൾ എന്താന്ന് പോലും അറിയാതെ, അല്ലെങ്കിൽ ഞാൻ എന്താവണം എന്ന് പോലും അറിയാത്ത രീതിയിൽ നമ്മൾ എന്താവും? ലോ ആയിപ്പോകും. നമ്മുടെ സെൽഫ് ട്രസ്റ്റ്, സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവില്ല ഒരു കാര്യം ചെയ്യാനും. ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോൾ എന്തായിരിക്കും? ഓവർ തിങ്കിങ്
നമ്മൾ വല്ലാതെ വേട്ടയാടും. അതുപോലെ ചൈൽഡ്ഹുഡ് ഇമോഷണൽ സേഫ്റ്റി വാസ് മിസ്സിങ്. നമുക്ക് ചൈൽഡ്ഹുഡിൽ അല്ല, ഇമോഷണൽ സേഫ്റ്റി എന്ന് പറയുന്നത്, ചൈൽഡ്ഹുഡ് കിട്ടേണ്ട ഇമോഷണൽ സേഫ്റ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കുട്ടിയെ നമ്മൾ ഒരുപാട് ക്രിട്ടിസൈസ് ചെയ്യാണ്, കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഓക്കെ. അതുപോലെ പാരൻസ് നിരന്തരം വഴക്ക് കൂടുന്നത് കുട്ടി കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. കുട്ടിക്ക് വേണ്ട പരിഗണന കൊടുക്കുന്നില്ല. ലവ് കണ്ടീഷണൽ ആണ്. മീൻസ് ഇങ്ങോട്ട് സ്നേഹിച്ചാൽ അങ്ങോട്ട് സ്നേഹിക്കുമെന്നുള്ള രീതിയിലുള്ള സ്നേഹം കിട്ടിയിട്ടുള്ള അവസ്ഥ. ഓക്കെ. അതുപോലെ കൺസിഡറേഷൻ കിട്ടാതിരിക്കാം. കുട്ടിക്കാലത്ത് നമ്മൾ അനുഭവിക്കുന്ന ട്രോമാസ്, ഇമോഷണൽ സേഫ്റ്റി ഇല്ലാതിരിക്കുന്ന സമയത്തും എന്തായിരിക്കും, അവർക്ക് എപ്പോഴും ഇൻസെക്യൂരിറ്റി ആയിരിക്കും ഫീൽ ചെയ്യുക. ഐ ആം നോട്ട് സേഫ്, ഞാൻ സേഫ് അല്ല. കാരണം നമ്മളെ കെയർ ചെയ്യേണ്ടവർ നമ്മളെ കെയർ ചെയ്യാതിരുന്നാൽ, നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ടവർ, കുട്ടിക്കാലത്തിലെ ഒരുപാട് കെയറും സപ്പോർട്ടൊക്കെ നമുക്ക് ആവശ്യമാണ്. സ്നേഹം അല്ലെ നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അല്ലെ, കുട്ടികൾ കരയുമ്പം പറയും മിണ്ടരുത്, സംസാരിക്കുമ്പം അവരുടെ ഭാഗം അവർ സംസാരിക്കുമ്പോൾ നമ്മൾ എന്തു പറയും? മിണ്ടരുത്, വലിയ വായിൽ സംസാരിക്കരുത്, ഇതൊക്കെ പറഞ്ഞ് എന്താണ് അവർ ചെയ്യാം? ആ സമയം മുതലേ അവരോട് സപ്രസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കരയരുത്, സംസാരിക്കരുത്, എന്താണോ ഉള്ളത് അത് തൃപ്തിപ്പെട്ട് ജീവിക്കുക. ഇങ്ങനെയുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? കുട്ടികളെ നമ്മൾ കൊടുക്കേണ്ട രീതിയിൽ റൈറ്റ് പാരന്റിങ് നൽകാത്ത അവസ്ഥയിലൂടെ, ഒരു റൈറ്റ് പാരന്റിങ് കിട്ടാത്ത കുട്ടികൾക്കും എന്തായിരിക്കും അവസ്ഥ? ഇങ്ങനെയുള്ള ഓവർ തിങ്കിങ് വല്ലാണ്ട് കൂടും. കാരണം അവർ ഒരു സമയത്തും സേഫ് അല്ല, അവർക്ക് എവിടെയും സേഫ്റ്റി ഫീൽ ചെയ്യുന്നില്ല. ഐ എം നോട്ട് സേഫ്, അവരൊരു സർവൈവൽ മോഡിലായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള സിറ്റുവേഷനിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടോ? എന്താണെന്ന് ടെക്സ്റ്റ് ചെയ്തേ. നിങ്ങൾക്കിപ്പോൾ ഓവർ തിങ്കിങ് ഉണ്ട്, ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിലൂടെയാണോ നിങ്ങൾ കടന്നു പോയിട്ടുള്ളത് അല്ലെങ്കിൽ പോയിക്കൊണ്ടിരിക്കുന്നത്? ഒന്ന് ടെക്സ്റ്റ് ചെയ്തേ എല്ലാവരും. എന്താണ് നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ, അല്ലെങ്കിൽ പാസ്റ്റിൽ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? എല്ലാവരും ഒന്ന് ടെക്സ്റ്റ് ചെയ്യണേ. ഞാൻ പറഞ്ഞു നമുക്ക് ഇന്ററാക്ട് ചെയ്ത് പോകാമെന്നുള്ളത്. അതാണ് ഒരു ട്രെയിനർ എന്നുള്ള രീതിയിൽ നമുക്കൊരു എനർജി. യെസ്, റാഹി പറയുന്നു. യെസ്, 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 യെസ്. ഓക്കെ. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിലൂടെ കടന്നു പോയിട്ടുണ്ട്. പിന്നെ നമുക്ക് ആങ്സൈറ്റി നോക്കാം. എന്തുകൊണ്ടാണ് നമുക്ക് ആങ്സൈറ്റി വരുന്നത്? അല്ലെ, നമ്മൾ എപ്പോഴും ഒരു ആങ്ഷ്യസ് മോഡിലായിരിക്കും. ഐ ആം നോട്ട് സേഫ്, എനിക്ക് എന്തോ സംഭവിക്കാനുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ലൈഫ് പരാജയപ്പെടും, ഞാൻ എന്ത് ചെയ്യും എന്നുള്ള രീതിയിലുള്ള ആങ്സൈറ്റി നമ്മളെ ബാധിക്കാറുണ്ട്. അല്ലെ, പല രീതിയിലുള്ള ആങ്സൈറ്റി ഉണ്ട്. ഹെൽത്ത് ആങ്സൈറ്റി ഉണ്ട്, റിലേഷൻഷിപ്പ് ആങ്സൈറ്റി ഉണ്ട്, പിന്നെന്താണ്, ഫൈനാൻഷ്യലിയുള്ള ആങ്സൈറ്റി ഉണ്ട്, പിന്നെ സോഷ്യൽ ആങ്സൈറ്റി, ഓവർ ചെക്കിങ്, അല്ലേ? പല രീതിയിലുള്ള ആങ്സൈറ്റിയിലൂടെ കടന്നു പോകാറുണ്ട്. അപ്പോൾ ഓവർ ചെക്കിംഗ് എന്നൊക്കെ പറയുമ്പം എന്താണ്? ലൈറ്റ് ഓഫ് ചെയ്തോ, ഓഫ് ചെയ്തോ, ഓഫ് ചെയ്തോ എന്നുള്ള ഒരു ആങ്സൈറ്റി വരുന്നു. ചെയ്തോ ഇല്ലയോ, ചെയ്തോ ഇല്ലയോ, കൺഫ്യൂഷനാണ്. എന്നിട്ട് വീണ്ടും പോയി നോക്കണം, ഗ്യാസ് ഓഫ് ചെയ്തോ ഇല്ലയോ, അല്ലെങ്കിൽ ഡോർ ക്ലോസ് ചെയ്തോ. ഇങ്ങനെ ഈ രീതിയിൽ പുറത്തൊക്കെ പോവുകയാണെങ്കിൽ അല്ലേ, വല്ലാത്തൊരു ആങ്സൈറ്റി ആയിരിക്കും. ചെയ്തിട്ടുണ്ടാവും 100 തവണ, അത് ഉറപ്പ് വരുത്തിയിട്ടായിരിക്കും പുറത്തു പോകുന്നത്. പക്ഷെ എന്താണ്, എന്നാലും സംശയമാണ്. ഇതൊരു ആങ്സൈറ്റി, ഇത് ഭയങ്കര പ്രശ്നമാണ് അല്ലേ? ഇത് അനുഭവിക്കുന്നവർക്കറിയാം, ഇത് വല്ലാത്തൊരു ഇഷ്യൂ ആണ്, സമാധാനം നഷ്ടപ്പെടുന്ന ഒരു ഇഷ്യൂ ആണ്. അതുപോലെ ഹെൽത്ത് ആങ്സൈറ്റി, എനിക്ക് അസുഖം വരുമോ, എനിക്ക് അസുഖം വരുമോ, എനിക്ക് ഈ അസുഖം ഉണ്ടോ, എനിക്ക് ആ അസുഖം ഉണ്ടോ. അല്ലെ, നമ്മുടെ കോഴ്സിലൊക്കെ ഒരുപാട് പേര് വരാറുണ്ട് ഇങ്ങനെയുള്ള ആങ്സൈറ്റി കാര്യങ്ങളായിട്ട്. അതുപോലെ തന്നെ റിലേഷൻഷിപ്പിലുള്ള ആങ്സൈറ്റി, എൻ്റെ പാർട്ട്ണറെ എനിക്ക് നഷ്ടപ്പെടുമോ, അവൾ അല്ലെങ്കിൽ അവൻ വഴിതെറ്റി പോവോ, വേറെ ഏതെങ്കിലും ബന്ധങ്ങളിലേക്ക് പോവോ, എന്നിട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? എവിടേക്കെങ്കിലും പോയി കഴിഞ്ഞാൽ എപ്പോൾ വരും, എപ്പോൾ വരും അതുപോലെ ആ, എന്താണ്, പല രീതിയിലുള്ള ആങ്സൈറ്റീസ് ഉണ്ട്. പാർട്ട്ണർ, നമ്മുടെ മാരീഡ് ലൈഫിൽ നിന്ന് വളരെ വലിയ രീതിയിൽ പാർട്ട്ണറെ ബാധിക്കുന്ന ആങ്സൈറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ മരണഭയം, മരിക്കോ 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 എന്നുള്ള പേടി. ഈ രീതിയിൽ ഒരുപാട് ആങ്സൈറ്റീസ് നമ്മൾ അനുഭവിക്കാറുണ്ട് അല്ലേ? എന്താണ് ആങ്സൈറ്റി?
A body that forgot how to relax even when life is normal, the nervous system behaves like danger is present. നമ്മുടെ ബോഡി റിലാക്സ് ചെയ്യാനായിട്ട് ഫോർഗോട്ട് ചെയ്യാണ്, മറക്കുകയാണ്. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഇതെങ്ങനെയാണ് ഇതിലേക്ക് എത്തിയത്? ലൈഫ് ചിലപ്പോൾ നോർമൽ ആയിരിക്കും. കറന്റ് സിറ്റുവേഷൻ എന്താണ്? നോർമലാണ്. കറന്റ് സിറ്റുവേഷൻ നോർമൽ ആണെങ്കിലും നെർവസ് സിസ്റ്റം എന്താണ്? ഡേഞ്ചർ ഫീലിംഗിലേക്ക് പോകും. ഇപ്പോ ഒരാൾക്ക് അറിയാം എന്ത്, ഞാൻ സേഫാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരാൾക്ക് ഹെൽത്ത് ആങ്സൈറ്റി ഉണ്ട്. ഹെൽത്ത് വൈസ് ആൾ ഓക്കെയാണ്, അവർ ഹെൽത്തിയാണ്. പക്ഷേ ഈ ആങ്സൈറ്റി ഉള്ളത് കൊണ്ട് ആൾക്ക് എപ്പോഴും എന്താണ്, എനിക്ക് ആ അസുഖമുണ്ടോ, ഈ അസുഖമുണ്ട്, സെർച്ച് ചെയ്തുകൊണ്ടിരിക്കും. ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കും. ഓരോ സിംറ്റംസ് വെച്ചിട്ട് എനിക്ക് ആ അസുഖമുണ്ടോ, ഈ അസുഖമുണ്ടോ, ഞാൻ മരിച്ചു പോവോ, എനിക്ക് എന്ത് സംഭവിക്കും, ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാൽ എൻ്റെ മക്കൾ ആര് നോക്കും, ഈ രീതിയിൽ അവരുടെ തോട്ട്സ് അങ്ങ് കയറിയിട്ട് ചില സമയത്ത് ഓവർ തിങ്കിങ്ങും ആങ്സൈറ്റിയും കണക്റ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബോഡിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? റിലാക്സ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇവിടെ എന്താ സംഭവിക്കുക? എന്തുകൊണ്ടാണ് ആങ്സൈറ്റി വരുന്നത്? പെട്ടെന്നുണ്ടാവുന്നതാണോ? നോക്കാം. നമ്മൾ സ്ട്രെസ്സിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കറിയാം, എന്തെങ്കിലും ഒരു ട്രോമയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മളുടെ ബോഡി അതിന് റെസ്പോണ്ട് ചെയ്യും. ട്രോമയിൽ നിന്നും രക്ഷപ്പെടാൻ ഒരു സർവൈവൽ മോഡിലേക്ക് നമ്മുടെ ബോഡി പോകും, അല്ലേ? ഒരു സ്ട്രെസ് ഒരു പ്രശ്നത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, അപ്പം ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒരു പ്രശ്നം ഉണ്ടായി, ഒരു ആർഗ്യുമെന്റ് ഉണ്ടായി. ഇപ്പം ഇവിടെ എന്താണ്, നമ്മൾ നോർമൽ ആയിട്ടുള്ള ഒരു ബോഡി ഇതായിരിക്കും നമുക്ക് ഉണ്ടാവുക, റെസ്പോൺസ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക ഒരു പ്രശ്നത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ? ഇല്ല. എന്താണ്, നമ്മുടെ ഹേർട്ട് ബീറ്റ്സ് ഫാസ്റ്റർ ആവും, അല്ലേ? ഹേർട്ട് ബീറ്റ് കൂടും, നമ്മുടെ ബ്രീത്തിങ്ങിൽ മാറ്റം ഉണ്ടാവും, അല്ലേ? മസിൽ എന്താവും? ടൈറ്റനാവും. അല്ലെ? ഈ രീതിയിൽ ഒരു സ്ട്രെസ്സിലൂടെ, ഒരു ട്രോമയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ബോഡിയിൽ ചേഞ്ചസ് വരാറുണ്ട്, ഉണ്ടാവാറില്ലേ? നമ്മൾ കാമായിട്ടാണോ നമുക്ക് ദേഷ്യം വരുമ്പോൾ സംസാരിക്കാറുള്ളത്? നമ്മൾ എന്താണ്, നമ്മുടെ അടുത്ത് നിൽക്കുന്ന ആളോടായിരിക്കും നമ്മൾ സംസാരിക്കുന്നത്. നമ്മൾ വലിയ ശബ്ദത്തിലായിരിക്കും നമ്മൾ സംസാരിക്കുക. അവർ കേൾക്കാത്തതുകൊണ്ടാണോ? നമ്മൾ മെല്ലെ പറഞ്ഞാൽ അവർ കേൾക്കാത്തതുകൊണ്ടാണോ? അല്ല. നമ്മൾ ബോഡിയിൽ അതിനനുസരിച്ചുള്ള ഫിസിക്കലി ചേഞ്ചസ് വരും. അപ്പം ഇതുപോലെ നമ്മൾ പെയിനിലൂടെ അല്ലെങ്കിൽ ഫിയറിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ നമ്മുടെ ബ്രെയിൻ എന്ത് ചെയ്യും? ഒരു സർവൈവൽ മോഡിലേക്ക് പോകും, ഒരു അലേർട്ട് മോഡിലേക്ക് പോകും. നമ്മുടെ ബോഡിയെ രക്ഷപ്പെടുത്താൻ, പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ നമ്മുടെ ബോഡി റിയാക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു പ്രശ്നം വരുമ്പോൾ ഫൈറ്റ് ചെയ്യാനായിരിക്കാം, അല്ലെങ്കിൽ പല രീതിയിലുള്ള ട്രോമ റെസ്പോൺസസ് ഉണ്ട്. ഫ്ലൈറ്റ്, ഫൈറ്റ് അല്ലെങ്കിൽ ഫ്രീസ്. പല ആളുകളും പല രീതിയിലാണ് റെസ്പോണ്ട് ചെയ്യുന്നത് ഒരു പ്രശ്നം വരുമ്പോൾ. ചില ആളുകൾ അതുമായിട്ട് ആ ചലഞ്ചായിട്ട് ഫൈറ്റ് ചെയ്യും, അല്ലേ? ചില ആളുകൾ എന്താണ്, ഓടിപ്പോവും, ആ ഒരു പ്രശ്നത്തിൽ നിന്നും ഓടിപ്പോവും, അല്ലേ? ചില നമ്മുടെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിൽ, മാരീഡ് ലൈഫിൽ എന്തെങ്കിലും ഇഷ്യൂസ് വരുമ്പോൾ എന്താണ്, പാർട്ട്ണർ അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട്, അല്ലേ? ചില ആളുകൾ, പ്രത്യേകിച്ച് ജെൻസാണ്, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവും. എന്താണ്, അവർ ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യുന്നതിന് പകരം അവരെന്താണ്, അവരിൽ നിന്നും ഓടി പോവാണ്, ഫ്ലൈറ്റ് മോഡിലാണ് അവരുള്ളത്. ചില ആളുകൾ അവിടെ നിന്ന് ഫൈറ്റ് ചെയ്യും, ആ പ്രശ്നത്തെ ഫൈറ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു പാമ്പിനെ കാണുകയാണ്, ചില ആളുകൾ എന്ത് ചെയ്യും? ഒരു വടിയെടുത്തിട്ട് പാമ്പിനെ അടിച്ചു കൊല്ലാനായിട്ട് നോക്കും, ഫൈറ്റ് ചെയ്യും അവിടെ നിന്നിട്ട്. ചില ആളുകൾ എന്ത് ചെയ്യും? പേടിച്ചിട്ട് ഓടിപ്പോവും, എനിക്കിവിടെ നിൽക്കാൻ വയ്യാന്ന് വെച്ചിട്ട്, അല്ലേ? ചില ആളുകൾ എന്ത് ചെയ്യും? ഫ്രീസ് ആയിട്ട് നിൽക്കും, ഓടിപ്പോവാനും പറ്റില്ല, ഫൈറ്റ് ചെയ്യാനും പറ്റില്ല, അവിടെ സ്റ്റെക്കായിട്ട് നിൽക്കും, അല്ലേ? അങ്ങനെ ഉണ്ടാവാറില്ലേ? അപ്പം ഇത് നമ്മുടെ ബോഡി ആ ഒരു പ്രശ്നത്തിൽ നിന്നും നമ്മൾ രക്ഷപ്പെടുത്താനായിട്ട് നമുക്ക് വളരെ പോസിറ്റീവായിട്ട് വേണ്ട ഒരു കാര്യമാണ്, അല്ലെ? ഒരു പാമ്പിനെ കാണുമ്പോൾ നമ്മൾ ഒന്നുകിൽ ഫൈറ്റ് ചെയ്യണം, ഓടണം, അങ്ങനെയൊക്കെ ചെയ്യണം. ഇല്ലേ, നമുക്ക് പേടിയില്ലെങ്കിൽ എന്തായിരിക്കും? അവിടെ ഒരു പ്രശ്നം സംഭവിക്കുകയാണ് ചെയ്യാൻ. പേടി, ചില കാര്യങ്ങൾ നമുക്ക് പേടി വേണം, അല്ലേ? അപ്പോൾ പക്ഷേ നമ്മൾ നമ്മുടെ ബ്രെയിനിന് അറിയില്ല എന്ത്, ഒരു സ്ട്രെസ് വരുമ്പോൾ നമ്മളെ രക്ഷപ്പെടുത്താനാണ് ഇത് ചെയ്യുന്നതെങ്കിലും ഇത് കണ്ടിന്യൂസ്ലി നമ്മുടെ ലൈഫിൽ ഇങ്ങനെ സ്ട്രെസ്സിലൂടെ, പ്രശ്നങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ
നമ്മൾ എപ്പോഴും സർവൈവൽ മോഡിലായിരിക്കും, ഈ ഒരു അലേർട്ട് മോഡിലായിരിക്കും. നമ്മുടെ നെർവസ് സിസ്റ്റം സിമ്പത്തറ്റിക് മോഡിലായിരിക്കും. നമ്മുടെ നെർവസ് സിസ്റ്റം തന്നെ രണ്ട് പാർട്ട് ഉണ്ട്. ഒന്ന് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം, നെക്സ്റ്റ് പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം. സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അലേർട്ട് മോഡിൽ എപ്പോഴും എന്താണ്, ഒരു സർവൈവൽ മോഡിലായിരിക്കും, ഒരു സ്ട്രെസ് മോഡിലായിരിക്കും. പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് കാമായിട്ടുള്ള സേഫ്റ്റി ഫീൽ ചെയ്യുന്ന ഒരു രീതിയിൽ. അപ്പൊ നമ്മൾ നിരന്തരം സ്ട്രെസ്സിലൂടെ കടന്നു പോകുമ്പോൾ, നിരന്തരം പ്രശ്നങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മളുടെ നെർവസ് സിസ്റ്റം എന്തായിരിക്കും, സിമ്പത്തറ്റിക് മോഡിലായിരിക്കും, ഈ അലേർട്ട് മോഡിലായിരിക്കും. അലേർട്ട് മോഡിലായിരിക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് ഉണ്ടാവുക, ഹാർട്ട് ബീറ്റ്സ് കൂടും, ബ്രീത്തിങ് ചേഞ്ചസ് ആവും, വളരെ ബ്രീത്തിങ് ഡിഫിക്കൽട്ടി വരെ വരും, ചിലപ്പോൾ ചെസ്റ്റ് പെയിൻ വരും, അല്ലേ, ഹെഡ് ഏക്ക് വരും, അല്ലേ, പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇതൊക്കെ വരാറില്ലേ. ഇപ്പൊ നിരന്തരം നമ്മൾ സ്ട്രെസ്സിലൂടെ, ഇപ്പം റിലേഷൻഷിപ്പിൽ നല്ല ഇഷ്യൂ നടക്കുകയാണ്, വർഷങ്ങളായിട്ട് ഇഷ്യൂസിലൂടെ കടന്നു പോവുകയാണ്, എന്താണ്, നിരന്തരം സ്ട്രെസ്സാണ്. ഫിനാൻഷ്യൽ ക്രൈസിസിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്, നിരന്തരം സ്ട്രെസ്സാണ്, അല്ലേ, നമ്മൾ കരിയറിൽ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിരന്തരം നമ്മൾ സ്ട്രെസ്സിലൂടെ കടന്നു പോവുകയാണ്. ഇങ്ങനെ നമ്മൾ കുറച്ച് പീരീഡ് ഓഫ് ടൈം നമ്മളിങ്ങനെ സ്ട്രെസ്സിലൂടെ കടന്നു പോകുമ്പം നമ്മളുടെ നെർവ് സിസ്റ്റം എപ്പോഴും എന്താണ്, സിമ്പത്തറ്റിക് മോഡിലായിരിക്കും ഉണ്ടാവുക, സർവൈവൽ മോഡിലാണ്. നമുക്ക് ആങ്സൈറ്റി ആയിരിക്കും, നമ്മളെപ്പോഴും ആങ്ഷ്യസ് ആയിരിക്കും. ഈ ഒരു ട്രോമ സംഭവിക്കുന്ന സമയത്ത് നമ്മുടെ ബോഡി, നമ്മുടെ ബ്രെയിനിൽ അമിഗ്നാല, നമ്മുടെ ഇമോഷണൽ സെന്റർ ആണ്, അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഹോർമോൺസ് റിലീസ് ചെയ്യപ്പെടുന്നുണ്ട്. സ്ട്രെസ് ഹോർമോൺസ് ആയിട്ടുള്ള അഡ്രിനാലിൻ, കോർട്ടിസോൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇത് റിലീസ് ചെയ്യുന്ന സമയത്ത്, അല്ലേ, നമുക്ക് എനർജി ഡൗൺ ആവും, അല്ലെ, നമ്മൾ ടയേർഡായി പോവാറുണ്ട്. ഒരു സ്ട്രെസ്സിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ എനർജി ഹൈ ആവോ, ദേഷ്യമൊക്കെ വരുന്ന സമയത്ത് എനർജി ഹൈ ആവും, പക്ഷെ അത് പോസിറ്റീവ് എനർജിയാണോ, അല്ല, നമ്മൾ എന്താണ്, ഡൗൺ ആവുകയാണ് ചെയ്യുക, എനർജി വൈസ് നമ്മൾ ഡൗൺ ആവും. അപ്പം ഇത് പോസിറ്റീവ് ആയിട്ടാണ് ബ്രെയിൻ ചെയ്യുന്നതെങ്കിലും നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ രക്ഷപ്പെടണം എന്നുള്ള ഒരു അലേർട്ടാണ് നമുക്ക് നൽകുന്നതെങ്കിലും, ഒരു സൂചനയാണ് നമുക്ക് നൽകുന്നതെങ്കിലും, എന്താണ്, നിരന്തരം ഈ രീതിയിലൂടെ നമ്മൾ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് എന്താണ്, നമ്മുടെ മൈൻഡ് കാമാവില്ല, നമ്മുടെ നെർവസ് സിസ്റ്റം കാമാവില്ല. നമ്മൾ പ്രശ്നങ്ങളിലൂടെ ആ ഒരു രീതി നമുക്ക് എന്താവും, പരിചിതമാവും. നമ്മൾ കറന്റ്ലി നമ്മൾ സേഫ് ആണെങ്കിലും നമ്മുടെ നെർവസ് സിസ്റ്റം എന്താണ്, അലേർട്ട് മോഡിലാണ്. അതാണ് ആങ്സൈറ്റി ആയിട്ട് നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ പ്രോബ്ലം എന്താണ്, മെനി പീപ്പിൾ ലിവിങ് സർവൈവൽ മോഡ് ഡെയിലി, നോട്ട് ബിക്കോസ് ഡേഞ്ചർ എക്സിസ്റ്റ് നൗ ബട്ട് ബിക്കോസ് ദ ബോഡി റിമെമ്പേഴ്സ് ഓൾ ഇമോഷണൽ പെയിൻ. അപ്പോൾ നമ്മൾ പല ആളുകളും എന്താണ്, സർവൈവൽ മോഡിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പ്രശ്നം ഉണ്ടായിട്ടല്ല, പക്ഷേ പണ്ട് നടന്നിട്ടുള്ള ഓൾഡ് ഇമോഷണൽ പെയിൻ ഉള്ളിലുള്ളത് കൊണ്ട് ബോഡി എപ്പോഴും എന്ത് ചെയ്യും, അത് റിമെമ്പർ ചെയ്യും. ചെറിയൊരു പ്രശ്നം വന്നു കഴിഞ്ഞാലും എന്തായിരിക്കും, ഈ വലിയൊരു രീതിയിലാണ് അത് റിയാക്ട് ചെയ്യുക. പാനിക് അറ്റാക്സ് വരാറുണ്ട് അല്ലെ ചില ആളുകൾക്ക്, അവർക്ക് തന്നെ അവരെ മാനേജ് ചെയ്യാൻ പറ്റില്ല. എന്താണ്, നിരന്തരം പ്രശ്നങ്ങളിലൂടെ കടന്നു പോയത് കൊണ്ടാണ്. ഓക്കെ, ഇമോഷണൽ മെമ്മറി എക്സാമ്പിൾസ് നമുക്കിപ്പോൾ എന്തൊക്കെ ഇമോഷണൽ പെയിൻ ഉണ്ട് എന്ന് പറഞ്ഞു അല്ലെ, പാസ്റ്റിൽ നമ്മൾ അനുഭവിച്ചിട്ടുള്ള ഇമോഷണൽ പെയിൻസ് ആണ് ഇതിന് കാരണം എന്ന് പറഞ്ഞു. അപ്പൊ എന്തൊക്കെയാണ്, ക്രിറ്റിസിസം, റിജക്ഷൻ, ഇമോഷണൽ നെഗ്ലെക്ട്, ഫിയർ ഡ്യൂറിങ് ചൈൽഡ്ഹുഡ് ആൻഡ് അൺസ്റ്റേബിൾ എൻവയോൺമെന്റ്സ്. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ക്രിറ്റിസിസം, ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ, നമ്മൾ കൂടുതൽ ചൈൽഡ്ഹുഡ് മുതൽ ഈ ഒരു നിമിഷം വരെ, അല്ലെങ്കിൽ ഒരു സമയം വരെ നമ്മൾ അനുഭവിച്ചിട്ടുള്ള കുറ്റപ്പെടുത്തലുകൾ, ഇല്ല, ഒരുപാട് സിറ്റുവേഷൻസ് വരും. നമ്മൾ ഇപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ച് ആഫ്റ്റർ മാരേജ് ഉണ്ടാവുന്ന ഇഷ്യൂസ്, അല്ലേ, അല്ലെങ്കിൽ ചൈൽഡ്ഹുഡിൽ തന്നെ ഉണ്ടാവുന്ന ഇഷ്യൂസ്, ഓഫീസിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ക്രിറ്റിസിസം, അല്ലേ, ഫ്രണ്ട്സിന്റെ ഭാഗത്തു നിന്നുള്ള ക്രിറ്റിസിസം, അല്ലെങ്കിൽ റിജക്ഷൻ, നമ്മൾ അവോയ്ഡ് ചെയ്യുക, അവഗണിക്കുക, ഇമോഷണൽ നെഗ്ലെക്ട്, ഇമോഷണലി നമ്മൾ എന്ത് ചെയ്യുക, നെഗ്ലെക്റ്റ് ചെയ്യുക, പേടി, അല്ലേ, നമ്മൾ അനുഭവിക്കുന്ന ഒരുപാട് ഫിയർഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ, നമുക്ക് പല കാര്യങ്ങൾക്കും പേടിയുണ്ടാവും, അല്ലേ, അതുപോലെ അൺസ്റ്റേബിൾ എൻവയോൺമെന്റ്സ്, സ്റ്റേബിൾ അല്ലാത്ത സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഉണ്ടാവുന്ന സിറ്റുവേഷൻ, ഇതൊക്കെയാണ് എന്ത്, ഇമോഷണൽ മെമ്മറി ആയിട്ട്
നമ്മുടെ ഉള്ളിൽ എന്ത് ചെയ്ത് വെച്ചിട്ടുള്ളത്, സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ പാസ്റ്റിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടോ, നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും ഞാനത് മറന്നിട്ടുണ്ട്, എനിക്കത് ഓർമ്മ പോലും ഇല്ല എന്നുള്ളത്, അല്ലേ? അങ്ങനെ പറയാറുണ്ട്. പക്ഷേ നമ്മുടെ ലൈഫിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടോ, ഇന്റൻസീവ്ലി നമ്മൾ എന്തൊക്കെയിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ടോ, നിരന്തരം ആവർത്തിച്ച് ആവർത്തിച്ച് എന്തെല്ലാം നമ്മളുടെ മനസ്സിലൂടെ മൈൻഡിലൂടെ കടന്നു പോയിട്ടുണ്ടോ, ഇതെല്ലാം എന്താണ്, സ്റ്റോർഡ് ആണ്. അതെല്ലാം അവിടെയുണ്ട്. ഇപ്പൊ ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയില്ലെന്ന് വരാം. ഇപ്പൊ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. ഞാൻ ഒരു ട്രോമ ഹീലിങ്ങിന്റെ സമയത്ത് എൻ്റെ കൈസ് തന്നെ, ഞാൻ ഇപ്പോൾ ഒരു 4 വർഷത്തോളമായിട്ട് ഈ ഒരു ഫീൽഡിലുള്ള ആളാണ്. അപ്പം ഞാൻ ഒരിക്കലും ഓർക്കാത്ത, അല്ലെങ്കിൽ എൻ്റെ ഓർമ്മയില്ലാത്ത കുട്ടിക്കാലത്തുള്ള ഒരു സിറ്റുവേഷൻ, ഒരു ഇൻസിഡൻ്റ് ആണ് ഞാൻ ഹീൽ ചെയ്യാൻ എടുത്തത്. അപ്പം എന്നെ കളിയാക്കിയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. അപ്പം ഞാൻ ആ ഒരു പ്രശ്നം എടുത്തു ഹീൽ ചെയ്യുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട് ആരാണെന്ന് കളിയാക്കിയ ഒരു സിറ്റുവേഷൻ മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ ഒരു എൻ്റെ ഫ്രണ്ടാണ് എന്നെ കളിയാക്കിയത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ എടുത്ത സമയത്ത് ഒരാളെ എനിക്ക് ഓർമ്മയുണ്ട്, മറ്റുള്ള ഫ്രണ്ട്സിനൊന്നും എനിക്ക് അപ്പോൾ ആ സമയത്ത് ഓർമ്മയില്ല. ഈ ഒരു സിറ്റുവേഷൻ മാത്രം ഓർമ്മയുണ്ട്, ആ ഒരു ഫ്രണ്ടിന് ഓർമ്മയുണ്ട്. പക്ഷെ ഹീൽ ചെയ്യാനായിട്ട് ആ ഒരു പ്രശ്നം എടുത്ത സമയത്ത് അന്ന് സംഭവിച്ച ആ ഒരു ക്ലാസ് റൂമിൽ സംഭവിച്ച എല്ലാ കാര്യങ്ങളും മൈൻഡിലേക്ക് വരികയാണ്, തെളിഞ്ഞു വരികയാണ്. ആ സമയത്ത് നമ്മളിട്ട് ഡ്രസ്സ് വരെ എന്ത് ചെയ്യും, നമുക്ക് ആ സമയത്ത് ഓർമ്മ വരും. അവർ പറഞ്ഞ വാക്കുകൾ നമുക്ക് ഓർമ്മ വരും. അപ്പോൾ ഇതെല്ലാം എന്താണ്, സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കാറില്ലേ, ഇപ്പോൾ പാർട്ട്ണറുമായിട്ടൊരു പ്രശ്നം ഉണ്ടായി, ഹസ്ബൻഡ് ഓർ വൈഫുമായിട്ടൊരു പ്രശ്നം ഉണ്ടായി. ഈ സമയത്ത് ചെറിയ കാര്യമായിരിക്കാം, വളരെ ചെറുത്, പക്ഷെ എന്താണ്, അത് വലിയ രീതിയിൽ നമ്മളെ ഇമോഷണലി എഫക്റ്റ് ചെയ്യും, നമുക്കത് ഫീൽ ചെയ്യും. അതെന്തുകൊണ്ടാണ്? മുൻപ് സെയിം ആയിട്ടുള്ള, സിമിലർ ആയിട്ടുള്ള സിറ്റുവേഷൻസ് നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവും, അതിലേക്ക് ഇത് കണക്റ്റ് ആവും. അതുകൊണ്ടാണ് അത്രയും വലിയ പെയിൻ ആയിട്ട് നമുക്കത് ഫീൽ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ തന്നെ ചിന്തിക്കുന്നുണ്ടാവും, അപ്പം നമ്മൾ മക്കള് അനുസരിക്കുന്നില്ല, അല്ലെങ്കിൽ മക്കൾ എന്തെങ്കിലും ദേഷ്യപ്പെട്ട് ഇങ്ങോട്ട് സംസാരിക്കുകയാണ്, അപ്പൊ നമ്മൾ വല്ലാണ്ട് അങ്ങ് റിയാക്ട് ചെയ്യും, അല്ലെ? ദേഷ്യപ്പെടും. ഈ ദേഷ്യപ്പെട്ടതിന് ശേഷം എന്താവും? അതിനുശേഷം ഒരു 5 മിനിറ്റ്സ് കഴിഞ്ഞാൽ നമ്മൾ വേണ്ടായിരുന്നു, എന്തിനാ ഇപ്പം ഞാൻ അങ്ങനെ അതിന് ദേഷ്യപ്പെട്ടത്, അതിനിപ്പോൾ ഇത്ര വലിയ കാര്യം ഉണ്ടായിരുന്നു, അപ്പം അങ്ങനെയൊക്കെ ഞാൻ ചിന്തിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ ചിന്തിക്കും, അല്ലേ? പക്ഷേ എന്താ സംഭവിക്കുന്നത്? ഇത് അങ്ങോട്ട് കണക്ട് ചെയ്യുകയാണ്. അപ്പൊ നമ്മളുടെ ലൈഫിൽ നമ്മൾ എന്തൊക്കെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടോ, എന്തൊക്കെ ട്രോമാസ് നമ്മൾ അനുഭവിച്ചിട്ടുണ്ടോ, ഇതെല്ലാം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ സ്റ്റോർഡ് ആണ്. ഈവൻ നമ്മൾ നമ്മുടെ അമ്മയുടെ വൂമ്പിൽ കിടന്ന സമയത്തുള്ള കാര്യങ്ങൾ പോലും നമ്മുടെ ഉള്ളിൽ സ്റ്റോർഡ് ആണ്. ഓക്കെ, അപ്പോൾ ദ നെർവസ് സിസ്റ്റം സ്റ്റോർസ് ഓൾ ദീസ് എക്സ്പീരിയൻസസ്. അപ്പൊ അങ്ങോട്ട് കണക്റ്റ് ആവുക ചെയ്യുക. അല്ലെ, നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ, നിങ്ങൾ ഇപ്പോ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ, നമ്മൾ ഇപ്പോൾ ഒരു സ്റ്റേജിൽ പെർഫോം ചെയ്യുകയാണ്, ആ സമയത്ത് നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു, എന്തായിരിക്കും, നമ്മൾ ഒരുപാട് ആളുകളുണ്ട്, ഒരു പ്രോഗ്രാമിന്റെ സമയത്ത് നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു, നമ്മൾ അവിടെ വല്ലാത്തൊരു ഷെയിമും സാഡ്നെസ്സും സങ്കടവും വിഷമമൊക്കെ നമുക്ക് വന്നിട്ടുണ്ടാവും. പിന്നീട് നമ്മൾ എന്ത് ചെയ്യും, ഒരു സ്റ്റേജിൽ ഇപ്പോൾ നമ്മളത് കുട്ടിക്കാലത്ത് സംഭവിച്ചു എന്ന് വിചാരിക്കുക, പിന്നീട് നമുക്കൊരു സ്റ്റേജിൽ കയറാനുള്ള അവസരം കിട്ടി, ആ സമയത്ത് ഇത് കണക്റ്റ് ആവും. ആ സമയത്ത് ഇത് കണക്റ്റ് ആയിട്ട് എന്താണ്, നമ്മൾ പറയും, ഈ ഞാനല്ല. ചില ആളുകൾക്ക് ആഗ്രഹം ഉണ്ടാവും, പക്ഷേ പെർഫോം ചെയ്യാൻ പറ്റില്ല, പ്രസന്റ് ചെയ്യാൻ പറ്റില്ല, പേടി വരും, വിറയ്ക്കും, സൗണ്ടിൽ വ്യത്യാസം വരും. ഇതൊക്കെ എന്താണ്? അതിനൊരു പാസ്റ്റ് മെമ്മറി ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ലൈഫിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം സ്റ്റോർഡ് ആണ്, എല്ലാം ഉള്ളിലുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ആങ്സൈറ്റിയുടെയും ഓവർ തിങ്കിങ്ങിൻ്റെയും റീസൺസ് ആയിട്ട് വരുന്നത്. എന്തുകൊണ്ടാണ് നമുക്ക് നമ്മുടെ മൈൻഡിനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റാത്തത്? നമ്മുടെ ചിന്തകളെ എന്തുകൊണ്ടാണ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റാത്തത്? നമ്മൾ ആഗ്രഹിക്കാറുണ്ട്, അല്ലേ? എനിക്ക് ഈ ചിന്തകളൊന്നും വേണ്ട, എനിക്കതൊന്നും ചിന്തിക്കേണ്ട, ഞാനൊന്ന് റിലാക്സ്ഡ് ആവണം. എന്തിനാ ഞാനിങ്ങനെ ചിന്തിക്കുന്നത്? എൻ്റെ ചില ക്ലയൻസ് ഒക്കെ പറയാറുണ്ട്, എൻ്റെ തല പൊട്ടിപ്പോവും, ഞാൻ അത്രയും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് മാം, അത്രയും ചിന്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ സമാധാനം നഷ്ടപ്പെട്ടിട്ടുണ്ട്, അല്ലേ? ഇഫ് ഐ തിങ്ക്, അപ്പം എന്താണ് മൈൻഡ് എന്താ ചിന്തിക്കുന്നത്?
ഇഫ് ഐ തിങ്ക് ഇനഫ് ഐ ക്യാൻ പ്രിവെന്റ് പെയിൻ. ഞാൻ ഒരുപാട് ചിന്തിച്ചു കഴിഞ്ഞാൽ സൊല്യൂഷൻസിന് വേണ്ടിയിട്ട് ഇങ്ങനെ എന്താണ് ഓടുകയാണ് മൈൻഡ്. എനിക്കിതിന്ന് ഒരു സൊല്യൂഷൻ വേണം, സൊല്യൂഷൻ വേണം. പക്ഷേ മൈൻഡ് ചിന്തിക്കുന്നത് എന്താണ്? ഇഫ് ഐ തിങ്ക് ഇനഫ് ഐ ക്യാൻ പ്രിവെന്റ് പെയിൻ. എനിക്ക് ഞാൻ ഒരുപാട് ചിന്തിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു ഉത്തരം കിട്ടും എന്നാണ് മൈൻഡ് വിചാരിക്കുന്നത്. എനിക്ക് ഈ പെയിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും എന്നാണ്. അതുകൊണ്ടാണ് എന്താണ് മൈൻഡ് പ്രെഡിക്റ്റ് ചെയ്യാണ് ഓരോ സിറ്റുവേഷൻസും. ഇതിങ്ങനെയായിരിക്കും, അങ്ങനെയായിരിക്കും, അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം, ഇതിങ്ങനെ വന്നല്ലോ, ഇങ്ങനെ കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ് മൈൻഡ് ചെയ്യുന്നത്. പക്ഷെ എന്താണ് അവിടെ നമ്മളെ മോശമായിട്ടാണ് ബാധിക്കുന്നത്. ഓക്കെ. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? എന്താണ്, നമുക്കൊരു സൊല്യൂഷൻ വേണം. നമുക്ക് സൊല്യൂഷൻ വേണം. പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണല്ലോ ഓവർ തിങ്കിങ് ആങ്സൈറ്റി ഒക്കെ വരുന്നത്. സൊല്യൂഷൻ വേണം. അത് വേണം വേണം എന്നുള്ള നമ്മളോട് പറയുന്ന ഇതാണ് നമ്മുടെ മനസ്സ് ചെയ്യുന്നത്. എൻ്റെ ഉള്ളിൽ പ്രശ്നങ്ങളുണ്ട്, പ്ലീസ് കൺസിഡർ മീ. നമ്മുടെ മൈൻഡ് എന്ത് ചെയ്യുന്നു? നിങ്ങൾക്ക് ഓവർ തിങ്കിങ് അല്ലെങ്കിൽ ആങ്സൈറ്റി ഒക്കെ ഉണ്ടെങ്കിൽ എന്താണ് മൈൻഡ് നിങ്ങളോട് പറയുന്നത്? നിങ്ങളുടെ ബോഡി, നിങ്ങളുടെ മൈൻഡ് എന്താ നിങ്ങളോട് പറയുന്നത്? എൻ്റെ ഉള്ളിൽ പ്രശ്നമുണ്ട്, എന്നെ ലിസൺ ചെയ്യൂ, എന്നെ കൺസിഡർ ചെയ്യൂ, എന്നെ കേൾക്കൂ, എന്നെ ഹീൽ ചെയ്യൂ എന്നുള്ളതാണ് മൈൻഡ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്ക് സൊല്യൂഷൻ വേണം, ഐ ആം ഇൻ ട്രബിൾ, ഐ ആം നോട്ട് സേഫ്. ഈ രീതിയിൽ നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓവർ തിങ്കേഴ്സ് എന്താണ് സ്ട്രഗിൾ ചെയ്യാറുള്ളത്? ഓവർ തിങ്ക് ചെയ്യുന്ന ആളുകൾ സ്ട്രഗിൾ ചെയ്യുന്നത് എന്താണ്? അൺസർട്ടനിറ്റി, ഒരു അനിശ്ചിതത്വമായിരിക്കും അല്ലെ? ലാക്ക് ഓഫ് കൺട്രോൾ, ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഫിയർ ഓഫ് മിസ്റ്റേക്സ്, ഫിയർ ഓഫ് ജഡ്ജ്മെന്റ് അല്ലെ? ഈ ഒരു പ്രശ്നങ്ങളൊക്കെ എന്താവും? ഓവർ തിങ്കേഴ്സ് ഫേസ് ചെയ്യും. അൺസർട്ടനിറ്റി ആയിരിക്കും, എൻ്റെ ഫ്യൂച്ചർ എന്താവും, ഒരു അനിശ്ചിതത്വം, എൻ്റെ ലൈഫ് എന്താവും, എൻ്റെ പാർട്ട്ണർ പോവോ, എനിക്ക് അസുഖം വരുമോ, ഇങ്ങനെ പല പല രീതിയിലുള്ള ഒരു അൺസർട്ടനിറ്റി ആയിരിക്കും. ലാക്ക് ഓഫ് കൺട്രോൾ, ഒന്നും മാനേജ് ചെയ്യാൻ പറ്റില്ല. അവരുടെ ഇമോഷൻസിനെ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അവരുടെ ഒരു കാര്യവും അവരുടെ അണ്ടറിലല്ല വരിക, ഔട്ട് ഓഫ് കൺട്രോൾ ആയിരിക്കും. അവർ ആഗ്രഹിക്കും ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെയൊക്കെ നല്ല രീതിയിൽ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കും. പക്ഷെ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ അവർക്ക് അവരെ ചിന്തിക്കുമ്പം ഒന്നും കറക്റ്റായിട്ട് പോയിട്ടുണ്ടാവില്ല. കാരണം എന്താണ്? മൈൻഡ് കാമല്ല. അത് ഫിയർ ഓഫ് മിസ്റ്റേക്സ്, എനിക്ക് മിസ്റ്റേക്സ് സംഭവിക്കുമോ, മിസ്റ്റേക്സ് വരുമോ 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 എന്നുള്ള പേടി, അതുകൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല, എല്ലാത്തിനും വിട്ടു നിൽക്കും. ഫിയർ ഓഫ് ജഡ്ജ്മെന്റ്, അവരെന്ത് ചിന്തിക്കും, അവരെന്നെ ജഡ്ജ് ചെയ്യോ, ഞാൻ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അല്ലെ, ഈ ഒരു കാര്യം ഞാൻ ചെയ്തു കഴിഞ്ഞാൽ അവരെന്ത് വിചാരിക്കും? ഇങ്ങനെ മറ്റുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മളുടെ ജീവിതം നമ്മൾ എന്ത് ചെയ്യും? സ്പോയിൽ ചെയ്യും. അപ്പോൾ റിയൽ ഇഷ്യൂ എന്താണ്? തോട്ട്സ് അല്ല റിയൽ ഇഷ്യൂ. ദ റിയൽ ഇഷ്യൂ ഈസ് ഫിയർ അണ്ടർനീത്ത് ദ തോട്ട്സ്. ഈ തോട്ട്സിന്റെ കൂടെ എന്തായിരിക്കും? ഇമോഷൻസ് ഉണ്ടാവും അല്ലെ? എവ്രി തോട്ട് കണക്റ്റഡ് വിത്ത് ഇമോഷൻ. ഓരോ തോട്ടിന്റെ കൂടെയും ഒരു ഇമോഷൻ ഉണ്ടാവും. സന്തോഷമുള്ള തോട്ട്സിന്റെ കൂടെ പോസിറ്റീവ് ഇമോഷൻസ് ആയിരിക്കും. പോസിറ്റീവ് തോട്ട്സിന്റെ കൂടെ പോസിറ്റീവ് ഇമോഷൻസ്, നെഗറ്റീവ് തോട്ട്സിന്റെ കൂടെ എന്തായിരിക്കും? നെഗറ്റീവ് ഇമോഷൻസ് ഉണ്ടാവും അല്ലെ? അപ്പോൾ ഈ ഇമോഷൻസ് ആണ് എന്ത് ചെയ്യുന്നത്? നമ്മളെ ബാധിക്കുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞു വന്നത് തന്നെയാണ്, ഇമോഷണൽ റൂട്ട് കോസസ് ഉണ്ട്. എന്താ ഓവർ തിങ്കിങ് എന്ന് പറയുന്നത്? ഒരു സിംഗിൾ പ്രോബ്ലം അല്ല, അതിന്റെ പിന്നിൽ ഒരുപാട് ഇമോഷണൽ റൂട്ട് കോസസ് ഉണ്ട്. ഫിയർ, സാഡ്നെസ്, ആങ്കർ, ഷെയിം, ഇൻസെക്യൂരിറ്റി, ഹെൽപ്ലെസ്നെസ്, നമ്മുടെ ലൈഫിൽ നമ്മൾ അനുഭവിച്ചിട്ടുള്ള ഒരുപാട് ഇമോഷൻസ് അല്ലെ? ചില സമയത്ത് ഫിയർ ആവാം, ചില സമയത്ത് സാഡ്നെസ് ആവാം, ചില സമയത്ത് അത് ആങ്കർ ആവാം അല്ലെ? ഈ പറഞ്ഞിട്ടുള്ള എല്ലാ ഇമോഷൻസിലൂടെയും നമ്മൾ കടന്നു പോയിട്ടുണ്ടാവും അല്ലെ? പേടിയായിരിക്കും ചില ആളുകൾക്ക്. അപ്പൊ ഇത് കണക്റ്റഡ് വിത്ത് ചൈൽഡ്ഹുഡ്. നമ്മുടെ ഇപ്പോഴുള്ള പ്രശ്നങ്ങൾ എന്തുമായിട്ട് കണക്റ്റഡ് ആണ്? നമ്മുടെ ചൈൽഡ്ഹുഡുമായിട്ട് കണക്റ്റഡ് ആണ്. ബേസിക് റൂട്ട് കോസസ് വരുന്നത് ചൈൽഡ്ഹുഡിലാണ്. അതിന്റെ റിപ്പീറ്റേഷൻ ആണ് പിന്നീട് നമ്മുടെ ലൈഫിൽ വരുന്നതെല്ലാം. അപ്പോൾ ചൈൽഡ്ഹുഡിന് ശേഷം വന്ന കാര്യങ്ങളും ഓവർ തിങ്കിങ്ങിനും അതുപോലെ എന്താണ് ആങ്സൈറ്റിക്കൊക്കെ കാരണമാണ്.
അല്ലെ? ഇതുപോലെ നിങ്ങൾ ഇപ്പോൾ ഓവർ തിങ്കിങ് അല്ലെങ്കിൽ ആങ്സൈറ്റി അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി, ഇത്തരത്തിലുള്ള ഇമോഷൻസിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടില്ലേ ഇതിനു മുൻപ്? ഇതാണ് ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ഓവർ തിങ്കിങ്ങിനും ആങ്സൈറ്റിക്കും ഒക്കെ കാരണം. അല്ലെ? ഇമോഷണൽ സപ്രഷൻ. ഞാൻ പറഞ്ഞു നമ്മൾ ഇമോഷൻസിനെ സപ്രസ് ചെയ്ത് വെക്കും, അല്ലെ? ശരിക്കും നമ്മൾ എന്താണ്, നമുക്ക് ദേഷ്യം വരുമ്പം നമ്മളത് സപ്രസ് ചെയ്ത് വെക്കരുത്. നമുക്ക് കരച്ചിൽ വരികയാണ്, കരയാതെ നമ്മൾ പിടിച്ചു വെക്കരുത്. നമ്മൾ പഠിച്ചു വെച്ചൊരു കാര്യമാണ്, ഡോണ്ട് ക്രൈ, ബി സ്ട്രോങ്, ഡോണ്ട് എക്സ്പ്രസ് ഇമോഷൻസ്, അല്ലെ? കുട്ടിക്കാലത്തിന് നമ്മൾ കേൾക്കുന്നതാണ്. കരയരുത്, പറയാറില്ലേ? സ്ട്രോങ് ആയിട്ട് നിൽക്കണം. എന്ത് പ്രശ്നം വരുമ്പോൾ എന്താണ്, പ്രത്യേകിച്ച് ആൺകുട്ടികളോടൊക്കെ പറയുന്ന കാര്യമാണ്, ആൺകുട്ടി അയ്യേ, ആൺകുട്ടികൾ കരയാൻ പാടില്ല, നീ പെണ്ണാണോ? ഇല്ല, പഠനങ്ങൾ പറയാറുണ്ട് ഇപ്പം ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക് ഒക്കെ കൂടുതലും വരുന്നത് മെയിൽസിനാണെന്നുള്ളത്. അപ്പോൾ എന്താണ്, കുഞ്ഞുനാളിലേ അവരെ സപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, അല്ലേ സമൂഹം? കരയരുത്, 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 ഡോണ്ട് ക്രൈ, ബി സ്ട്രോങ്. അതുപോലെ ദേഷ്യം വന്നാലും നമ്മൾ എന്ത് ചെയ്യരുത്, മിണ്ടാൻ പാടില്ല. ഇപ്പം കുട്ടിക്കാലത്തൊക്കെ നടക്കുന്ന സംഭവമാണ്, നമ്മൾ എന്തെങ്കിലും നമ്മുടെ സൈഡ്, നമ്മൾ കുട്ടികളുടെ സൈഡ് സംസാരിക്കുമ്പോൾ മിണ്ടരുത്, അല്ലേ? വലിയ വായിൽ സംസാരിക്കരുത്, ഇങ്ങനെയൊക്കെ പറയും. അതുപോലെ ഇമോഷൻസ്, കരച്ചിൽ വന്നാൽ നമ്മൾ പിടിച്ചു വെക്കുക, ഹേർട്ട് ചെയ്യപ്പെട്ടാലും അതവിടെ എന്താണ്, നമ്മളത് ഫീൽ ചെയ്യാതെ നമ്മളത് സപ്രസ് ചെയ്യാം. ഇപ്പോൾ ഇങ്ങനെ ഇമോഷൻസ് നമ്മൾ സപ്രസ് ചെയ്ത് വെച്ചാൽ ഇമോഷൻ സ്റ്റേ ട്രാപ്ഡ് ഇൻസൈഡ് ദ ബോഡി. ബോഡിയിൽ എന്ത് ചെയ്യും, നമ്മുടെ ബോഡിയിൽ അതുണ്ട്. അൺപ്രോസസ്ഡ് ഇമോഷൻസ് ബിക്കം എന്താവും, ആങ്സൈറ്റി, സ്ട്രെസ്, പാനിക്, ഓവർ തിങ്കിങ് ആൻഡ് ഇമോഷണൽ എക്സോഷൻ. ഈ രീതിയിൽ നമ്മുടെ ബോഡിയിൽ പ്രോസസ് ചെയ്യപ്പെടാത്ത ഇമോഷൻസ് എന്താവും, ആങ്സൈറ്റി ആയിട്ടും, സ്ട്രെസ്, പാനിക്, ഓവർ തിങ്കിങ് ആൻഡ് ഇമോഷണൽ എക്സോഷൻ. ഈ ഇമോഷണൽ സപ്രഷനിൽ വരുന്ന വേറൊരു കാര്യമാണ്, നമ്മൾ നമ്മുടെ ലൈഫിൽ ഒരുപാട് ട്രോമാസിലൂടെ കടന്നു പോകുമ്പം, ഇപ്പം വലിയ വലിയ ട്രോമാസ് ഒക്കെ ഉണ്ടാവും, അല്ലേ? വലിയ പെയിനുകൾ, ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ എന്താണ്, പ്രോസസ്സ് ചെയ്യാതെ നമ്മൾ വെക്കും, ഹീൽ ചെയ്യില്ല. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ലൈഫിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടോ അതെല്ലാം നമ്മുടെ ബോഡിയിൽ സ്റ്റോർഡ് ആണ്, നമ്മുടെ മെമ്മറിയിലുണ്ട്. ഓരോ സെല്ലിനും മെമ്മറി ഉണ്ട് എന്നാണ് പറയുന്നത്, സെല്ലുലാർ മെമ്മറി. ഇതിലെല്ലാം എന്താണ്, സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ മനസ്സിനേറ്റ് ഒരുപാട് മുറിവുകൾ എന്ത് ചെയ്യുന്നില്ല, ഹീൽ ചെയ്യുന്നില്ല, അല്ലേ? നമ്മുടെ ഫിസിക്കലി നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ, എന്തെങ്കിലും വൂൺസ് വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഡോക്ടറെ കാണിക്കും, അല്ലേ? ടാബ്ലറ്റ്സ് എടുക്കും, ഓയിൻമെന്റ് എടുക്കും, അങ്ങനെ ഓയിൻമെന്റ് പുരട്ടും. ഇങ്ങനെ ഈ രീതിയിൽ നമ്മൾ അതിനെ ക്യൂർ ചെയ്യാനായിട്ട്, ഹീൽ ചെയ്യാനായിട്ട് കാര്യങ്ങൾ ചെയ്യും. എന്നാൽ നമ്മുടെ മനസ്സിനേറ്റ മുറിവുകൾക്കോ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഒരു ആക്സിഡന്റ് ഉണ്ടായി, നമ്മൾ ആ സമയത്ത് എന്താവും, പേടി, അല്ലെ? ആ ഒരു പേടി സംഭവിച്ച ഒരു വ്യക്തി ആ ഒരു പേടി എന്ത് ചെയ്യുന്നില്ല, ഹീൽ ചെയ്യുന്നില്ല. ഇപ്പോ ഒരു ബിസിനസ്സിൽ പാർട്ട്ണർ ചീറ്റ് ചെയ്തു, സഹിക്കാൻ പറ്റുന്നില്ല, കാരണം അത്രയും നമ്മൾ ഒരുമിച്ച് ബിൽഡ് ചെയ്ത് കൊണ്ടുവന്ന് ഏകദേശം ഗ്രോത്തിലേക്ക് എത്തി, പ്രോഫിറ്റിലേക്ക് എത്തിയ ഒരു ബിസിനസ്സിൽ നിന്ന് നമ്മളെ ചീറ്റ് ചെയ്യാണ്. വലിയൊരു പെയിൻ ആയിരിക്കില്ലേ അത്, ആ ഒരു ചീറ്റിംഗ്, ആ ഒരു വേദന, ആ ഒരു റിവെഞ്ച്, ആ ഒരു ദേഷ്യം, പക, ഇതെന്താണ്, മൈൻഡിൽ അങ്ങനെ തന്നെ കിടക്കുകയാണ്. അത് എപ്പോഴെങ്കിലും ഹീൽ ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ നമ്മുടെ ബ്രേക്കപ്പ്, ഇപ്പോൾ ചെറിയ കുട്ടി, ചെറിയ പ്രായത്തിലൊക്കെ, അല്ലേ, പ്രണയം കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അവിടെ വന്ന ബ്രേക്കപ്പ്സ്, അല്ലെങ്കിൽ പാർട്ട്ണർ ചീറ്റ് ചെയ്യുന്നു, മീൻസ് ലൈഫ് പാർട്ട്ണർ ചീറ്റ് ചെയ്യുന്നു, ഇങ്ങനെ പല പെയിനിലൂടെ നമ്മൾ കടന്നു പോകും. അല്ലെങ്കിൽ സെക്ഷൽ അബ്യൂസസ്, അല്ലേ? ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു, അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട ആളുകൾ, പാരൻസ് ഒക്കെ മരണപ്പെടുക, അല്ലെ? ഫാദർ ഓർ മദർ മരണപ്പെടുക, ഇതൊക്കെ എന്താണ്, വൂൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും വലിയ വൂൺസ് ആണ്. ഈ വൂൺസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ മൈൻഡിലുണ്ട്. ഇതാണ് നമുക്ക് ആങ്സൈറ്റി ആയിട്ടും, സ്ട്രെസ് ആയിട്ടും, പാനിക് ആയിട്ടും, ഓവർ തിങ്കിങ് ആയിട്ടും, ഇമോഷണൽ എക്സോഷനൊക്കെ ആയിട്ട് നമുക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ സപ്രസ് ചെയ്ത് വെക്കുന്ന ഇമോഷൻസ്, അതുപോലെ തന്നെ
നമ്മൾ അനുഭവിച്ച ഒരുപാട് പെയിൻഫുൾ സിറ്റുവേഷൻസിൽ ഇമോഷൻസ് എല്ലാം എന്താവും നമ്മുടെ ബോഡിയിൽ കിടന്നിട്ട് അതാണ് പ്രശ്നങ്ങളായിട്ട് വരുന്നത്. ദ ബോഡി സ്പീക്സ് ത്രൂ ഇറ്റ് സിംറ്റംസ് വെൻ ഇമോഷൻസ് ആർ ഇഗ്നോർ ടു ലോങ്. ഒരുപാട് കാലം നമ്മൾ ഈ ഇമോഷൻസിനെയൊക്കെ ഇഗ്നോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ബോഡി സംസാരിക്കാൻ തുടങ്ങും, നമ്മുടെ മൈൻഡ് സംസാരിക്കാൻ തുടങ്ങും. അതാണ് ഓവർ തിങ്കിങ് ആയിട്ടും ആങ്സൈറ്റി ആയിട്ടൊക്കെ വരുന്നത് അല്ലേ. ചില ആളുകൾക്ക് ഇപ്പോൾ കോഴ്സിൽ വരാറുണ്ട് ഹെൽത്ത് ആങ്സൈറ്റി ഉള്ളവർ, അല്ലെങ്കിൽ ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകാൻ പറ്റാത്തവർ, അങ്ങനെയൊക്കെയുള്ള കേസസ് ഉണ്ടാവാറുണ്ട്. ഹെൽത്ത് ആങ്സൈറ്റി ഉള്ളത് കൊണ്ട് മറ്റുള്ളവരുടെ കൂടെ പോലും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഹോസ്പിറ്റലിലേക്ക് പോകാൻ പറ്റുന്നില്ല. കറന്റ് അവർ സേഫാണ്, അവർക്ക് അസുഖമൊന്നുമില്ല. പക്ഷെ ഹോസ്പിറ്റലിലേക്ക് പോയി അവിടുത്തെ സിറ്റുവേഷൻസ് കാണുമ്പോഴേക്കും എന്താവുന്നു, അവരുടെ ഹാർട്ട് ബീറ്റ് കൂടുന്നു, അവർക്ക് തല കറങ്ങുന്നു, അവർ പാനിക് ആവുന്നു. എന്താണ് അതിന് മുമ്പുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്, അതിന് മുമ്പുള്ള അവരുടെ ബോഡിയിൽ ഓൾറെഡി ഉള്ള ഇമോഷൻസ് ആണ്, ഓൾഡ് ഇമോഷൻസ് ആണ് ഇതിന് കാരണമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെന്താണ് സൊല്യൂഷൻ? ഇപ്പം നമ്മൾ പഠിച്ചു എന്ത്, ഓവർ തിങ്കിങ് ഉള്ളത് എന്തുകൊണ്ടാണ്, ആങ്സൈറ്റി വരുന്നത് എന്തുകൊണ്ടാണ് അല്ലേ. ഇപ്പം നമ്മൾ മെഡിറ്റേഷൻ, നിങ്ങൾ ഡെയിലി മെഡിറ്റേഷൻ അറ്റൻഡ് ചെയ്യുന്നവരായിരിക്കും. അതിനുശേഷം നിങ്ങൾക്ക് ചേഞ്ചസ് ഫീൽ ചെയ്തിട്ടില്ലേ? നിങ്ങളുടെ ഓവർ തിങ്കിങ്ങിനായാലും നിങ്ങൾ ഫേസ് ചെയ്യുന്ന മെന്റലി ഉള്ള പ്രശ്നങ്ങൾക്കും ഫിസിക്കലി ഉള്ള പ്രശ്നങ്ങൾക്കൊക്കെ ചേഞ്ചസ്, അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ആയിട്ടൊരു റിസൾട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടില്ലേ? എന്താണ്? എല്ലാവരും ഒന്ന് ടെക്സ്റ്റ് ചെയ്തേ. എന്താണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്? ഫീൽ ചെയ്തിട്ടുണ്ട് മാം. യെസ്, ഓക്കെ, ഫീൽ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? മെഡിറ്റേഷനിലൂടെ നമ്മൾ അല്ലേ, നമ്മൾ ബ്രെത്ത് വർക്ക് ചെയ്യാറുണ്ട്. ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട്, ഇൻഹേൽ എക്സേൽ ചെയ്യും അല്ലേ. ഇവിടെയൊക്കെ എന്താ ചെയ്യുന്നത്? ഈ ബ്രീത്തിങ് എക്സസൈസിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ അലേർട്ട് മോഡിലായിരിക്കും. പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എന്താണ്, നമ്മൾ സിമ്പത്തറ്റിക് മോഡിലാണ് നമ്മുടെ നെർവസ് സിസ്റ്റം ഉണ്ടാവുക. അതിനെ എന്ത് ചെയ്യും, നമ്മൾ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ ആ ഒരു അതിന്റെ കാമാവുന്നു. മോഡിലേക്ക് നമ്മൾ വരും, നമ്മുടെ മൈൻഡ് കാം ആവും, നെർവസ് സിസ്റ്റം കാം ആവുന്നു. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളുടെ ഈ സർവൈവൽ മോഡിൽ നിന്നും ഒരു സേഫ്റ്റി മോഡിലേക്ക് നമ്മളെ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ ഓവർ തിങ്കിങ്ങിന് കാരണമായിട്ടുള്ള ഇമോഷണൽ പെയിൻസ്, വൂൺസ്, നമ്മുടെ ഓൾറെഡി നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലുള്ള നമ്മൾ അനുഭവിച്ച ട്രോമാസ്, നമ്മൾ അനുഭവിച്ച സ്ട്രെസ് എന്ത് ചെയ്യാം, ഹീൽ ചെയ്യുന്നതിലൂടെ ഈ ഓവർ തിങ്കിങ് അതുപോലെ ആങ്സൈറ്റി എല്ലാം പൂർണ്ണമായിട്ടും ക്യൂർ ചെയ്യാൻ നമുക്ക് സാധിക്കും, ഹീൽ ചെയ്യാൻ സാധിക്കും. ഈ ഹെൽത്ത് ആങ്സൈറ്റി, അതുപോലെ OCD അല്ലേ, OCD വലിയൊരു പ്രശ്നമാണ്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലിയർ ചെയ്യാൻ പറ്റും. അതിനെവിടെ പോകണം, നമ്മൾ അനുഭവിച്ച പ്രശ്നങ്ങൾ ഹീൽ ചെയ്യണം. ചൈൽഡ്ഹുഡ് ട്രോമ എന്ന് പറഞ്ഞാല് ഓർക്കാൻ പറ്റുന്നില്ല. എന്നാലും ഇന്നലെ മുനവർ സാറ് പറഞ്ഞ പോലെ 13 വയസ്സ് വരെ സബ് കോൺഷ്യസിൽ ഡയറക്റ്റ് അങ്ങോട്ട് കയറല്ല എല്ലാ കാര്യങ്ങളും. അപ്പൊ ഏതൊരു വ്യക്തിക്കും ആ ചൈൽഡ്ഹുഡ് ട്രോമ ഉണ്ടായിരിക്കും, ഇന്നലെ ഉറപ്പായി. അതെ, എന്തായാലും ഉണ്ടാവുന്ന ഷുവറാണ്. യെസ്. കാരണം നമുക്ക് ഒരു റൈറ്റ് പാരന്റിങ് കിട്ടിയിട്ടുള്ള ആളുകൾ വളരെ കുറവാണ്. 99% എന്താണ്, ഒരു ചൈൽഡ്ഹുഡ്. ബോട്ടല് എക്സാമ്പിൾ പറഞ്ഞിട്ട് ഇന്നലെ മുനവർ സാർ ഒരു വേർഡ് പറഞ്ഞിരുന്നു. ബോട്ടലിൽ വെള്ളം വെച്ചിട്ട് അതിന് അടുപ്പില്ലാതെ വെക്കുമ്പോ അതിലേക്ക് എല്ലാം ഡയറക്റ്റ്, എല്ലാ മാലിന്യങ്ങളും ഡയറക്റ്റ് വരല്ലേ. അടുപ്പ് വെക്കുമ്പോ അപ്പൊ അത് 13 വയസ്സ് വരെ നമുക്ക് നല്ലൊരു എക്സാമ്പിൾ ആയിരുന്നത്. യെസ്, അതെ അതെ. ഈ നമ്മൾ അനുഭവിച്ച നമ്മൾ ഇപ്പം ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ലൈഫ് ഓക്കെ, ബട്ട് നമ്മൾ ഇനി പാരന്റിങ് കൊടുക്കുന്നവരാണ് അല്ലേ, ഇപ്പം പാരന്റ്സ് ആയിട്ടുള്ളവരാണ്. നമ്മളത് നന്നായിട്ട് ശ്രദ്ധിക്കുക. ഒരാളുടെ ലൈഫ് അവരുടെ ചൈൽഡ്ഹുഡായിട്ട് പൂർണ്ണമായിട്ടും കണക്റ്റഡ് ആണ്. എന്ത് അവരുടെ ചൈൽഡ്ഹുഡിൽ കിട്ടി, അതാണ് അവരുടെ ലൈഫിൽ ഉടനീളം ഒരു റിപ്പീറ്റ് ചെയ്യുന്നത്, ഒരു പാറ്റേൺ ആയിട്ട് റിപ്പീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ ഇതിൽ നിന്നും ഇത് ക്ലിയർ ചെയ്യാൻ പറ്റും? EFT ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. അതിൽ പവർഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്, ഒരു ടെക്നിക്കാണ് EFT എന്ന് പറയുന്നത്. ഇമോഷണൽ ഹീലിംഗിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള ടൂളാണ് EFT. എന്താണ് EFTയുടെ ഫുൾ ഫോം വരുന്ന ഇമോഷണൽ ഫ്രീഡം ടെക്നിക്, എ മെത്തേഡ് യൂസിങ്
ടാപ്പിംഗ് ഓൺ ബോഡി പോയിന്റ്സ് വൈൽ അക്നോളജിങ് ഇമോഷൻസ് സേഫ്ലി. ഇവിടെ ഒരു ടാപ്പിംഗ് മെത്തേഡാണ്. നമ്മുടെ ബോഡിയിലുള്ള എനർജി പോയിന്റ്സിൽ നമ്മൾ ടച്ച് ചെയ്തുകൊണ്ട് നമ്മുടെ ഇമോഷൻസിനെ റിലീസ് ചെയ്യിപ്പിക്കുന്ന ഒരു പ്രോസസ്സാണ് എന്ത്, EFT എന്ന് പറയുന്നത്. ഇത് നമ്മുടെ അക്യൂപങ്ക്ചർ മെത്തേഡൊക്കെ ഉണ്ടല്ലോ, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മെത്തേഡാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ട്രോമാസിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നമ്മുടെ എനർജി ബ്ലോക്ക് സംഭവിക്കുന്നുണ്ട് നമ്മുടെ ബോഡിയിൽ. അല്ലേ, നമുക്ക് ഇതുപോലെ തന്നെ എനർജി ബോഡി ഉണ്ട്, ഫിസിക്കൽ ബോഡി ഉള്ളതുപോലെ തന്നെ എനർജി ബോഡി ഉണ്ട്. അപ്പോൾ ഈ എനർജി ബോഡിയിൽ എന്ത് സംഭവിക്കുന്നു, നമ്മൾ ട്രോമാസിലൂടെ കടന്നു പോകുമ്പോൾ അല്ലെ, അഡ്രിനാലിൻ, കോർട്ടിസോൾ തുടങ്ങിയിട്ടുള്ള ഹോർമോൺസ് ഒക്കെ റിലീസ് ചെയ്യപ്പെടും. അങ്ങനെ അതെന്താണ്, ടോക്സിൻസ് ആയിട്ട് നമ്മുടെ ബോഡിയിൽ കിടക്കും. അപ്പോൾ ഇത് എനർജി ബ്ലോക്ക് വരുത്തുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ എനർജി ബ്ലോക്ക് എന്ത് ചെയ്യാണ്, നമ്മൾ നമ്മുടെ മർമ്മ പോയിന്റ്സ് ഉണ്ടല്ലോ, ആ പോയിന്റ്സ് നമ്മൾ ടച്ച് ചെയ്തുകൊണ്ട് ഓരോ പോയിന്റ്സും നമ്മളുടെ നെർവ് എൻഡിങ്സിലാണ് ഉള്ളത്, ഓരോ ഓർഗനായിട്ട് കണക്റ്റഡ് ആണ് നമ്മുടെ ഈ നെർവ്സ്. അപ്പോൾ ഈ പോയിന്റിലൂടെ നമ്മൾ ടാപ്പ് ചെയ്യുമ്പം എന്ത് ചെയ്യുന്നു, ഈ ടോക്സിൻസ് റിലീസ് ആവുകയും നമ്മളുടെ എനർജി ഫ്ലോ വളരെ സ്മൂത്ത് ആയിട്ട് നടക്കുകയും ചെയ്യുന്നു. നമ്മുടെ ലൈഫിൽ ഏത് ഏരിയയിൽ നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിലും, ഈ ഓവർ തിങ്കിങ്, ആങ്സൈറ്റി മാത്രമല്ല, ഏതൊരു ഏരിയയിൽ നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ എനർജി ഫ്ലോ ക്ലിയർ അല്ല. നമ്മുടെ എനർജി ബോഡി ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അപ്പം അത് നമ്മൾ എപ്പോഴും എന്താണ്, എനർജി പുറത്ത് കളയുന്നുമുണ്ട്, നമ്മളിൽ നിന്ന് പുറത്തു പോകുന്നുമുണ്ട്, സ്വീകരിക്കുന്നുമുണ്ട്. അപ്പോൾ ഈ ഒരു എനർജി ഫ്ലോ ക്ലിയർ അല്ലാത്തത് കൊണ്ടാണ് നമുക്ക് പ്രശ്നങ്ങൾ വരുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് EFTയിലൂടെ നമ്മൾ ചെയ്യുന്നത്, എനർജി പോയിന്റ്സിലൂടെ നമ്മൾ ടാപ്പ് ചെയ്തിട്ട് എനർജി ഫ്ലോ ക്ലിയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതെന്ത് ചെയ്യുന്നു, നമ്മളുടെ അമിഗ്ഡാലയെ കാം ആക്കുന്നു, അതുപോലെ നെർവസ് സിസ്റ്റം റെഗുലേറ്റ് ചെയ്യുന്നു, റെഡ്യൂസ് ഇമോഷണൽ ഇൻറ്റൻസിറ്റി, ക്രിയേറ്റ് ഇമോഷണൽ സേഫ്റ്റി. EFT ടാപ്പിംഗ് ചെയ്തവർക്കറിയാം അല്ലേ, നമുക്ക് ഏതൊരു വലിയ പ്രശ്നമാണെങ്കിലും നമ്മൾ ഈ ഒരു ടാപ്പിംഗ് ടെക്നിക്കിലൂടെ എന്ത് ചെയ്യുന്നു, ആ ഇമോഷൻസിനെ, നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ ഒരു ബിസിനസ് പാർട്ട്ണർ നമ്മളെ ചീറ്റ് ചെയ്യാണ്, ആ ഒരു പ്രോഫിറ്റിലേക്ക് എത്തിയതിന് ശേഷം നമ്മൾ അത്രയും വർക്ക് ചെയ്ത് ഒരുമിച്ച് നിന്ന് പ്രോഫിറ്റിലേക്ക് എത്തി, ആ സമയത്ത് നമ്മൾ ചീറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന വല്ലാത്തൊരു പെയിൻ അല്ലേ, ആ ഒരു പെയിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, EFT ടാപ്പിംഗ് യൂസ് ചെയ്തിട്ട് പൂർണ്ണമായിട്ടും റിലീസ് ചെയ്യിപ്പിക്കാൻ സാധിക്കും. പിന്നീട് ആ ഒരു ഇൻസിഡന്റ് നമ്മൾ ആലോചിക്കുമ്പം നമുക്ക് എന്തുണ്ടാവില്ല, ഒരു ഇമോഷനും ഫീൽ ചെയ്യാത്ത രൂപത്തിൽ, ജസ്റ്റ് ഒരു മെമ്മറി ആയിട്ട് മാത്രം അവിടെ കിടക്കുന്ന രൂപത്തിലേക്ക് അത് എത്തിക്കാൻ നമുക്ക് കഴിയും. ആ ഇമോഷനെ പൂർണ്ണമായിട്ട് റിലീസ് ചെയ്യിപ്പിക്കാൻ പറ്റും. അപ്പോൾ ചില സമയത്ത് ആ മെമ്മറി പോലും ഉണ്ടാവില്ല, നമ്മൾ അതിലേക്ക് ചിന്തിക്കുമ്പം ഒരു ബ്ലറായിട്ട് നമുക്ക് കാണാൻ പറ്റും, എന്താണ് എന്നുള്ളത് ഒരു ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റാതെ, എന്താണ്, നമുക്കൊരു ബ്ലറായിട്ടാണ് കാണാൻ പറ്റും. അത്രയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് റിലീസ് ചെയ്യിപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം EFTയിലൂടെ നമ്മുടെ ലൈഫിൽ ഈ ടാപ്പിംഗ് ടെക്നിക്ക് യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ ലൈഫിൽ എന്തൊക്കെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടോ, ഇപ്പം ഈ ഓവർ തിങ്കിങ്ങിന് കാരണമായിട്ടുള്ള ഒരുപാട് റൂട്ട് കോസസ് നമ്മൾ പറഞ്ഞു അല്ലേ, നമ്മുടെ ലൈഫിൽ നമ്മൾ അനുഭവിച്ച പ്രശ്നങ്ങളാണ്. ഈ പ്രശ്നങ്ങളെല്ലാം എന്ത് ചെയ്യാൻ പറ്റും, EFT യൂസ് ചെയ്തിട്ട് നമുക്ക് ഹീൽ ചെയ്യാൻ പറ്റും. ഹീൽ ചെയ്യുന്നതിലൂടെ നമ്മുടെ അമിഗ്ഡാല, ഇമോഷണൽ സെൻറ്റർ, നമ്മുടെ ബ്രെയിനിലുള്ള ഇമോഷൻ സെൻറ്ററാണ് ഇത് അമിഗ്ഡാല. ഇതിനെ കാമാക്കാൻ പറ്റും. നമ്മൾ പറഞ്ഞില്ലേ, ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളിങ്ങനെ കടന്നു പോകുമ്പോൾ നമ്മളൊരു സർവൈവൽ മോഡിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ പ്രശ്നങ്ങൾ, അതിന് കാരണമായിട്ട് പ്രശ്നങ്ങൾ ഹീൽ ചെയ്യുന്നതിലൂടെ നമുക്ക് എന്താവും, ഒരു സേഫ്റ്റി മോഡിലേക്ക് പോകാൻ പറ്റും. ഓക്കെ, അപ്പം എന്താവും, നമ്മുടെ നെർവസ് സിസ്റ്റം കാമാവും, നമുക്ക് നന്നായിട്ട് ഉറങ്ങാൻ പറ്റും, നമുക്ക് എപ്പോഴും ഒരു സേഫ്റ്റി ഫീൽ ചെയ്യും, നമ്മുടെ തോട്ട്സിന് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. നമ്മൾ മാനേജ് ചെയ്യുന്നതല്ല, നമ്മൾ ഓൾറെഡി ഹീൽ ചെയ്യുന്നതിലൂടെ അത് എന്താവും, സോൾവ് ആവുകയാണ് ആ ഒരു ഇഷ്യൂ. ഓക്കെ, ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ നിന്നെല്ലാം ഒന്ന് ചോദിച്ചോട്ടെ, യെസ്. അതല്ലേ നമുക്ക് ഒരാളോട് ദേഷ്യം വെറുപ്പൊക്കെ തോന്നുന്നതിന്റെ കാരണം എന്താ? എന്താണ്, കേട്ടില്ല. ദേഷ്യം വെറുപ്പൊക്കെ തോന്നുക ഒരാളെ കാണുമ്പോ, അപ്പൊ അതിന്റെ പ്രോബ്ലം എന്ന് പറയാം. ആ ഒരു വ്യക്തിയായിട്ട് നിങ്ങൾക്ക് മുൻപ് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടോ? ആളുടെ യെസ്, അത് വ്യക്തി തന്നെയാണ്. വേണ്ടപ്പെട്ട ഒരാളാണ്.
പക്ഷെ അത് പറയാനും പറ്റൂല. അതാണ് അതെ. അപ്പൊ അവിടെ നമ്മളൊരു ആ ഒരു നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളാണ്, നിങ്ങൾ തമ്മിൽ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്, അതാണ് അതിന്റെ റീസൺ. ശരി. ഓക്കെ. ഓക്കെ. അപ്പോൾ അവിടെ നമ്മൾ EFT ചെയ്ത ആളാണോ? ആണ് സർജാന. സർജാന. ഓക്കെ. അപ്പൊ എന്ത് ചെയ്യുക, ഫോർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യുക ഓക്കെ ഓക്കെ. കേട്ടോ. ആ ഒരു വ്യക്തിയുമായിട്ടുണ്ടായിട്ടുള്ള ഇഷ്യൂസ് നോട്ട് ഡൗൺ ചെയ്യുക, ഓരോന്നും എടുത്ത് ഫോർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്താൽ ആ ഒരു വ്യക്തിയോട് സ്നേഹം തോന്നുന്ന രൂപത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റും. ഓക്കെ ഓക്കെ. ഓക്കെ. അപ്പോൾ EFT എന്തുകൊണ്ടാണ് ഇത്രയും പവർഫുൾ ആവുന്നത്? ഇൻസ്റ്റെഡ് ഓഫ് സപ്രസിങ് ഇമോഷൻസ്, EFT അലൗസ് ദ ബോഡി ടു പ്രോസസ് ഇമോഷൻസ് ജെന്റ്ലി. നമ്മൾ ഇമോഷൻസ് സപ്രസ് ചെയ്യുന്നതിന് പകരം EFT എന്താ ചെയ്യുന്നത്? ഇമോഷൻസിനെ നമ്മൾ പുറത്തേക്ക് എടുത്ത് അതിനെ പ്രോസസ്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ പറയാറുണ്ട്, ഇപ്പം നമ്മൾ പഴയ കാര്യങ്ങളൊക്കെ മറക്കുക. ചില വീഡിയോസിലൊക്കെ കാണാറുണ്ട്, നമ്മൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യണം, അല്ല നെഗറ്റീവ് തിങ്കിങ്ങിലേക്ക് നമ്മൾ പോകരുത്, നമ്മുടെ ലൈഫിൽ തോട്ട്സിന് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ടെന്നൊക്കെ നമ്മൾ കേൾക്കും. പക്ഷെ നമുക്കത് സാധിക്കാറുണ്ടോ? നമ്മളത് കേൾക്കുന്നുണ്ടെങ്കിലും നമ്മളുടെ തോട്ട്സിനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാറുണ്ടോ? ഇല്ല, ഒരിക്കലും നമുക്ക് നമ്മുടെ തോട്ട്സിനെ ഡയറക്റ്റ് മാനേജ് ചെയ്യാനായിട്ട് കഴിയില്ല. എന്ത് ചെയ്യണം? ഇതുപോലെ നമ്മൾ നെഗറ്റീവ് തോട്ട്സ് വരാൻ, ഓവർ തിങ്കിങ്, ഇതുപോലെ നെഗറ്റീവ് തോട്ട്സ് വരാൻ കാരണമായിട്ടുള്ള നമ്മളുടെ ട്രോമാസിനെ, നമ്മുടെ സ്ട്രെസ്സിനെ എന്ത് ചെയ്യണം? നമ്മൾ പ്രോസസ്സ് ചെയ്യണം. അപ്പോൾ EFTയിലൂടെ നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഈ ഇമോഷൻസിനെ സപ്രസ് ചെയ്യുന്നതിന് പകരം ഇമോഷൻസിനെടുത്ത്, ഇതിന് കാരണമായിട്ട് ഇൻസിഡൻസിനെടുത്ത് നമ്മൾ പ്രോസസ്സ് ചെയ്യും, നമ്മുടെ മൈൻഡിലേക്ക് കൊണ്ടുവരുന്നു. എഗെയിൻ ആ ഒരു പ്രശ്നത്തെ മൈൻഡിലേക്ക് കൊണ്ടുവന്ന് നമ്മൾ ടാപ്പ് ചെയ്ത് എന്ത് ചെയ്യുന്നു? അതിനെ പൂർണ്ണമായിട്ടും ക്ലിയർ ചെയ്യുന്നു. ഇതാണ് നമ്മൾ EFTയിൽ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ പറയാറുണ്ട് പാസ്റ്റിനെ മറക്കുക. അതൊട്ടും പോസിബിൾ അല്ല. പാസ്റ്റിനെ നമുക്ക് മറക്കാൻ കഴിയില്ല, നമ്മുടെ ഉള്ളിൽ അതുണ്ട്. നമ്മളതിനെ കോൺഷ്യസ്ലി ശ്രമിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു യുദ്ധമാണ് നടക്കുക. നമ്മളും നമ്മുടെ മനസ്സുമായിട്ടുള്ളൊരു യുദ്ധമാണ് നടക്കുക. അതിന് പാസ്റ്റിൽ ആരുടെങ്കിലും ദേഷ്യക്കാരുണ്ട്, പക്ഷെ നമുക്ക് അവരോട് ഫോർഗീവ് ചെയ്യാൻ കഴിയുന്നുണ്ട്, പക്ഷെ മറക്കാൻ പറ്റുന്നില്ല. അത് യഥാർത്ഥത്തിലുള്ള ഒരു ഫോർഗീവ്നെസ് അല്ല അവിടെ സംഭവിച്ചിട്ടുള്ളത് എന്നതുകൊണ്ടാണ്. സംഭവിച്ചിട്ടുള്ളത്. യെസ്. അവരോട് ദേഷ്യമൊന്നും ഇല്ല, പക്ഷെ അത് ആ ഒരു ആലോചിക്കുമ്പോ അത് അവിടെ തന്നെ കെടുക്കാണ്. അങ്ങനെ ദേഷ്യമായിട്ടില്ല, ഫോർഗീവ് ചെയ്തിട്ടുണ്ട്, പക്ഷെ എന്നാലും അങ്ങനെ സംഭവിച്ചല്ലോ എന്നുള്ള ഒരു ഇത് മൈൻഡിൽ നിന്ന് അതെ. പെട്ടെന്ന് മറക്കാൻ പറ്റുന്നില്ല. യെസ്. ആ ഇമോഷൻ അവിടുന്ന് റിലീസ് ചെയ്യണം. ഇപ്പൊ ആ ഒരു വ്യക്തിയായിട്ട് ഉണ്ടായിട്ടുള്ള ഒരു ഇൻസിഡന്റ് ഉണ്ടാവുമല്ലോ, ആ ഇൻസിഡന്റ് എന്ത് ചെയ്യണം? അതിൽ നിന്നുള്ള ഇമോഷനെ പൂർണ്ണമായിട്ടും റിലീസ് ചെയ്യണം. അപ്പോഴാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് ഫോർഗീവ്നെസ് കംപ്ലീറ്റ് ആയി എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ നിങ്ങൾ പറയാൻ പറ്റും. ഔട്ട്സൈഡ് നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഞാൻ ഫോർഗീവ് ചെയ്ത് കൊടുത്തിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്, പക്ഷെ നിങ്ങളുടെ ഉള്ളിലുള്ള സബ് കോൺഷ്യസ് മൈൻഡിൽ അത് സ്റ്റോർഡ് ആണ്. അവിടെ നിന്നും ആ ഒരു ഇമോഷൻ റിലീസ് ആയിട്ടില്ല. പക്ഷെ അവരങ്ങനെ ചെയ്തല്ലോ എന്നുള്ളത് ചില ടൈമുള്ളിൽ നിന്ന് ഇങ്ങനെ വരും. അതെ. അപ്പം എന്ത് ചെയ്യണം? നമ്മള് അതിനെടുത്ത് നമ്മൾ ടാപ്പ് ചെയ്ത് പ്രോസസ്സ് ചെയ്യണം. അവിടെയാണ് ഒരു റിയൽ സൊല്യൂഷൻ, ഒരു പെർഫെക്റ്റ് സൊല്യൂഷൻ കിട്ടുന്നത്. ഇപ്പോൾ മാം പറഞ്ഞ പോലെ ആ ഒരു വ്യക്തിയോട് നിങ്ങൾക്ക് സ്നേഹം തോന്നുന്ന രൂപത്തിലേക്ക് എത്താൻ പറ്റും. ഫോർഗീവ്നെസ് പെർഫെക്റ്റ് അല്ലെങ്കിൽ നല്ല ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു ഫോർഗീവ്നെസ് ആണ് അവിടെ സംഭവിച്ചതെങ്കിൽ. ഓക്കെ. അപ്പം EFTയിൽ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? കാംനെസ്, നമുക്ക് കാം ആകാൻ പറ്റും. ഇമോഷണൽ റിലീസ്, ഇമോഷൻസ് നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റും. ബെറ്റർ ഫോക്കസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് കാം അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? ഒന്നിലും നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. അല്ലെ, നമ്മുടെ ലൈഫിൽ ഒരു ഹ്യൂമൻ ബീങ്ങിനെ സംബന്ധിച്ചിടത്തോളം മരണം വരെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ളവരാണ് അല്ലേ? നമുക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ എന്ത് വേണം? നമുക്കൊരു ഏണിങ്സ് വേണം. നമുക്ക് ജീവിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യമാണ് എന്ത്? മണി വേണം. അതുപോലെ നമ്മൾ ഡിപ്പെൻഡൻ്റ് ആയിട്ട് ഒരുപാട് പേരുണ്ട്, അവരൊക്കെ ടേക്ക് കെയർ ചെയ്യണം അല്ലേ? നമുക്ക് ഒരുപാട് ഗോൾസ് ഉണ്ട്, ഒരുപാട് നീഡ്സ് ഉണ്ട് നമ്മുടെ ലൈഫിൽ. അപ്പൊ ഇതൊക്കെ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഫുൾഫിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ്? നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അപ്പൊ അതൊക്കെ ചെയ്യാനായിട്ട് എന്താണ്? ഫോക്കസ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ വർക്കിലായി കഴിഞ്ഞാലും അതൊക്കെ നമ്മൾ ഫോക്കസ്ഡ് ആയിട്ടിരിക്കണം. അപ്പൊ പല ആളുകൾക്കും ഉള്ള പ്രശ്നം എന്താണ്? ഒന്നിലും ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല, മൈൻഡ് ഡിസ്റ്റർബ്ഡ് ആണ്, ജോലി ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഈ ഒരു പ്രശ്നങ്ങളൊക്കെ എന്താണ്? നമ്മുടെ മൈൻഡിലുള്ള
പാസ്റ്റ് ഇമോഷണൽ പെയിൻസ് ആണ് ഇതിനൊക്കെ കാരണം. അത് ക്ലിയർ ചെയ്യുന്നില്ല, EFTയിലൂടെ ക്ലിയർ ചെയ്യുമ്പോൾ നമ്മുടെ ഫോക്കസ് എന്താവും, ക്ലിയർ ആവും. റെഡ്യൂസ് ദി ഫിയർ, നമ്മുടെ ഫിയറിനെ പൂർണ്ണമായിട്ട് നമുക്ക് റിലീസ് ചെയ്യിപ്പിക്കാൻ പറ്റും. ഇംപ്രൂവ്ഡ് സ്ലീപ്പ്, അല്ലെ, നമ്മുടെ നെർവസ് സിസ്റ്റം കാം അല്ലെങ്കിൽ സർവൈവൽ മോഡിലാണെങ്കിൽ നമുക്ക് ഉറങ്ങാൻ പറ്റില്ല, സ്ലീപ്പിംഗ് പ്രശ്നങ്ങൾ വരും, കറക്റ്റായിട്ട് ഉറക്കാൻ പറ്റില്ല, കുറച്ച് സമയം ഒരു 1 അവർ ഉറങ്ങിയതിന് ശേഷം ഉണരുന്നു, കിടന്ന് ഉറങ്ങുന്നില്ല, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റും. മെന്റൽ ക്ലാരിറ്റി ഉണ്ടാവും. അപ്പം EFT എന്ന് പറയുന്ന ഈ ഒരു ടെക്നിക് വളരെ പവർഫുൾ ആണ്, വളരെ എഫക്റ്റീവാണ്. നമ്മൾ നല്ല രീതിയിൽ നമുക്ക് നമ്മുടെ ലൈഫിനെ കൊണ്ടുപോകാൻ പറ്റും. അപ്പം ഞാൻ പറയാറുള്ളത്, EFT എന്ന അതുപോലൊരു മെത്തേഡ് ഒരു ട്രോമ അല്ലെങ്കിൽ ഇമോഷണൽ റിലീസിങ്ങിന് വേണ്ടിയിട്ട്, കാരണം നമ്മൾ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നവരാണ് മനുഷ്യർ, അല്ലേ, പല വ്യക്തികളായിട്ടും പല സ്വഭാവമുള്ളവരായിട്ടൊക്കെ നമ്മൾ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നവരാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് അവരുടെ ക്യാരക്ടറിനനുസരിച്ചും അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള എനർജിക്ക് അനുസരിച്ചും ഒരുപാട് കാര്യം നമ്മളിലേക്ക് വരും, ഡെയിലി നമ്മളിലേക്ക് വരും. അപ്പോൾ നമ്മളൊരു വീട് ക്ലീൻ ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ നമ്മുടെ ഫിസിക്കലി നമ്മൾ ക്ലീൻ ചെയ്യുന്ന പോലെ നമ്മുടെ മൈൻഡും ക്ലീൻ ചെയ്യണം. മൈൻഡ് ക്ലീൻ ചെയ്യാത്തതിൻ്റെ ഒരു പ്രശ്നമാണ് നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു എക്സാമ്പിളാണ്, ഒരു 1 വീക്ക് നമ്മുടെ വീട് ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് അവിടെ ജീവിക്കാൻ കഴിയും. അതുപോലെയാണ് നമ്മുടെ മനസ്സ്, വർഷങ്ങളായിട്ട് നമ്മൾ ക്ലീൻ ചെയ്തിട്ടില്ല, അതിൻ്റെ പ്രശ്നങ്ങളാണ് നമ്മളിപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലൊരു ടൂൾ എപ്പോഴും വേണം, നമ്മുടെ ഇമോഷൻസിനെ ക്ലിയർ ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ ഡൗൺ ആയിപ്പോകും, അല്ലേ, ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിലങ്ങ് പെട്ടു പോവുകയാണ്. ഇപ്പോൾ ടൂൾ നമ്മുടെ കയ്യിലില്ലെങ്കിൽ നമുക്ക് ഒരു സങ്കടകരമായിട്ടൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിലങ്ങ് പെട്ടുപോയിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല, വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, നമ്മുടെ കൂടെ ജീവിക്കുന്നവരോട് നല്ല രീതിയിലൊന്ന് പെരുമാറാൻ പറ്റുന്നില്ല, നമുക്ക് ദേഷ്യം വരികയാണ്, ഇല്ല, എല്ലാ തലത്തിലും നമ്മളത് ബാധിക്കുകയാണ്. മരിച്ചാൽ മതി എന്നുള്ളൊരു സിറ്റുവേഷനാണ്. എന്തിനാ ഞാൻ ജീവിക്കുന്നത്, ഈ ഒരു സിറ്റുവേഷൻ. അപ്പം എപ്പോഴും നമ്മുടെ കയ്യിലൊരു ടൂൾ, നമ്മുടെ വീട്ടിൽ ചൂല്, അതുപോലെ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ നമ്മൾ ഉപയോഗിക്കുന്ന, ആ കാര്യങ്ങളെല്ലാം നമ്മുടെ വീട്ടിൽ വേണം, എങ്കിലേ നമ്മുടെ വീട് ക്ലീൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ഒരു ടൂള് വേണം നമ്മുടെ മൈൻഡ് ക്ലീൻ ചെയ്യാനായിട്ട്. ഇപ്പം EFT എന്ന് പറയുന്നത് സെൽഫായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ്. സെൽഫായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് നമ്മളെ ഹീൽ ചെയ്യാൻ പറ്റും, അങ്ങനെ ടൂളാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, യു ആർ നോട്ട് യുവർ ആങ്ഷ്യസ് തോട്ട്സ്. നിങ്ങളെന്ന് പറയുന്നത് നിങ്ങളുടെ ഇത്തരത്തിലുള്ള ആങ്ഷ്യസ് തോട്ട്സ് അല്ല. യുവർ നെർവസ് സിസ്റ്റം ക്യാൻ ഹീൽ. നിങ്ങളുടെ ഈ നെർവസ് സിസ്റ്റത്തെ എന്ത് ചെയ്യാൻ പറ്റും, ഹീൽ ചെയ്യാൻ പറ്റും. ഈ തോട്ട്സ് അല്ല നിങ്ങളെന്ന് പറയുന്നത് ഒരു എന്താണ്, ഈ തോട്ട്സ് എല്ലാം നിറഞ്ഞിട്ടുള്ള ഈ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നതല്ല യഥാർത്ഥ നിങ്ങളെന്ന് പറയുന്നത്. ഇത് വെറും നിങ്ങൾ അനുഭവിച്ച ട്രോമാസിന്റെ ഒരു എഫക്റ്റ് ആണ്. നിങ്ങളുടെ ഉള്ളിലുള്ള ഇമോഷണൽ പെയിൻസ് നിങ്ങളോട് സംസാരിക്കുകയാണ്, പ്ലീസ് എന്നെ ഹീൽ ചെയ്യൂ, ഐ ആം ഇൻ ട്രബിൾ എന്നാണ് നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. യുവർ ബോഡി ഈസ് നോട്ട് എഗെയിൻസ്റ്റ് യു. നിങ്ങളുടെ ബോഡി നിങ്ങൾക്ക് എതിരല്ല. ഹീലിംഗ് ഈസ് പോസിബിൾ സ്ലോലി ആൻഡ് സേഫ്ലി. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹീൽ ചെയ്ത് ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെടാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. എ പീസ്ഫുൾ മൈൻഡ് ഈസ് ക്രിയേറ്റഡ് വെൻ ദ നെർവസ് സിസ്റ്റം ഫൈനലി ഫീൽ സേഫ്. നിങ്ങളുടെ നെർവസ് സിസ്റ്റം കാമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ മൈൻഡിനെ ആ ഒരു പീസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് നിലനിർത്താനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങളുടെ സമാധാനം എവിടെയാണ്, നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ്. നിങ്ങളുടെ ഉള്ളിലുള്ള സമാധാനം നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ്, മറ്റുള്ളവരാരും നൽകേണ്ടതല്ല. അവരെന്നെ സ്നേഹിച്ചാൽ ഞാൻ രക്ഷപ്പെടും, എനിക്ക് സമാധാനം ഉണ്ടാവും. എനിക്ക് ഒരുപാട് മണി വന്നാൽ, ക്യാഷ് വന്നാൽ എനിക്ക് സമാധാനം ഉണ്ടാവും എന്നൊന്നും നിങ്ങൾ ചിന്തിച്ചിട്ട് കാര്യമില്ല. നിങ്ങളുടെ ഉള്ളിൽ എന്താണ്, ഉള്ളിലാണ് ആ ഒരു പീസ് ഉള്ളത്. നിങ്ങളുടെ മൈൻഡ് എത്രത്തോളം ക്ലീൻ ആണോ, നിങ്ങളുടെ പാസ്റ്റിലുള്ള നിങ്ങളുടെ പ്രശ്നങ്ങൾ ഹീൽ ചെയ്തിട്ടുണ്ടോ, അതിനനുസരിച്ചേ നിങ്ങൾക്ക് എന്തുണ്ടാവുള്ളൂ, നിങ്ങളുടെ ഉള്ളിൽ സമാധാനം ഉണ്ടാവുകയുള്ളൂ. നിങ്ങളുടെ നെർവസ് സിസ്റ്റം എത്രത്തോളം കാമാണോ അത്രത്തോളം നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവുള്ളൂ. അപ്പം റിലേഷൻഷിപ്പിൽ പ്രശ്നമുള്ളവർ ചിന്തിക്കും, എൻ്റെ റിലേഷൻഷിപ്പ് ഓക്കെ ആണെങ്കിൽ ഞാൻ ഓക്കെ. റിലേഷൻഷിപ്പ് ഓക്കെ ആയിട്ടുള്ളവർ എത്രയോ പേരില്ലേ സമാധാനമില്ലാത്തവർ. നമ്മൾ പറയും, എനിക്ക് കുറച്ച് ഫണ്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് ക്ലിയർ ആവും. ഈ ഫണ്ട് ഓൾറെഡി ക്യാഷ് ഉള്ളവർ എല്ലാവരും സാറ്റിസ്ഫൈഡ് ആണോ ലൈഫിൽ? അല്ല. എന്നാൽ നമ്മുടെ മൈൻഡ് ഓക്കെ ആണെങ്കിൽ,
ഇതൊന്നും നമുക്ക് പ്രശ്നമല്ല. മാത്രമല്ല മൈൻഡ് പോയിന്റ് ആണ്. കണക്റ്റഡ് ആണ് നമ്മുടെ ലൈഫുമായിട്ട്. മൈൻഡ് നമ്മുടെ ലൈഫുമായിട്ട് കണക്റ്റഡ് ആണ്. നമ്മുടെ മൈൻഡ് എത്രത്തോളം കാമാണോ അത്രത്തോളം ഔട്ട്സൈഡ് നമ്മുടെ പ്രശ്നങ്ങൾ സോൾവ് ആവും. നമ്മുടെ ഉള്ളിലാണ് പ്രശ്നങ്ങൾ കിടക്കുന്നത്. ഈ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ, ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട്സൈഡ് എന്താണ്, എല്ലാം ക്ലിയർ ആവും. നമ്മുടെ ഇൻസൈഡിന്റെ ഒരു റിഫ്ലക്ഷനാണ് ഔട്ട്സൈഡ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ആർക്കെങ്കിലും? അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ചാലഞ്ചസിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ EFT ഹീലിംഗ് നമുക്ക് സ്കൈലർ ലേണിംഗ്സിൽ അവൈലബിൾ ആണ്. EFT ബാച്ച് വരുന്നുണ്ട് ഈ മന്തിൽ. 28-നാണ് നമ്മുടെ നെക്സ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തെങ്കിലും സ്ട്രഗിളിങ്സിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഓവർ തിങ്കിങ്, ആങ്സൈറ്റി മാത്രമല്ല, റിലേഷൻഷിപ്പ് ഇഷ്യൂസ്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ക്രൈസിസ്, അല്ലെങ്കിൽ കരിയറിലൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ആവാൻ പറ്റുന്നില്ല, മുന്നോട്ട് പോകാൻ ഒരുപാട് ബ്ലോക്സ് ഉണ്ട്, ഒരുപാട് ആഗ്രഹങ്ങൾ ഉള്ളിലുണ്ട് പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഇങ്ങനെയുള്ള, അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസ്, ഏത് ഏരിയയിൽ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടോ EFTയിലൂടെ അതിന് സൊല്യൂഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് 12 ഡേയ്സ് ലൈവ് സെഷൻസിനോടൊപ്പം 30 ഡേയ്സ് മെന്ററിങ് സർവീസും കൂടെ അവൈലബിൾ ആണ്. കാരണം നമ്മൾ സ്ട്രഗ്ലിങ്സിലൂടെ, ചാലഞ്ചസിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കൊരു ഹെൽപ്പ് ആവശ്യമാണ് അല്ലേ. നമ്മൾ ആ സ്ട്രഗ്ലിങ്സിലൂടെ പോകുമ്പോൾ എന്താണ്, നമ്മൾ വീക്കാണ്. നമ്മൾ ഒരാൾ ഹെൽപ്പ് ചെയ്യാൻ, ഒരാൾ സപ്പോർട്ട് ചെയ്യാൻ വേണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് മെൻറ്റേഴ്സ് ഈ ഒരു കോഴ്സിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്കൊരു മെൻറ്റർ ഉണ്ടാവും. നിങ്ങൾക്ക് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനും ഹീൽ ചെയ്ത് തരാനും, നിങ്ങളുടെ പ്രോബ്ലംസ്, ചാലഞ്ചസ് കണ്ടെത്തി അതിൻ്റെ റൂട്ട് കോസ് കണ്ടെത്താനൊക്കെ ആയിട്ട് മെൻറ്റർ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഏരിയാസിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ജോയിൻ ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഏറ്റവും എന്താണ് ഒരു റൈറ്റ് ഡിസിഷൻ ആയിരിക്കും ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുക എന്നുള്ളത്. അത്രയും പവർഫുൾ ആണ്, അത്രയും എഫക്റ്റീവ് ആണ്, ഇൻസ്റ്റന്റ് റിസൾട്ട് ആണ്. പെട്ടെന്ന് റിസൾട്ടിലേക്ക് എത്താൻ പറ്റും. നമ്മൾ വർക്ക് ചെയ്യണം. ജസ്റ്റ് ജോയിൻ ചെയ്യാന്നല്ല, നിങ്ങൾ എന്ത് ചെയ്യണം, പറയുന്ന കാര്യങ്ങൾ ഓരോന്നും ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ 100% നമുക്ക് റിസൾട്ട് എൻഷുർ ചെയ്യാൻ പറ്റും. ഉറപ്പ് നിങ്ങൾക്ക് നൽകാൻ പറ്റും. ഓക്കെ, താല്പര്യമുള്ളവർ നിങ്ങളുടെ ഗ്രൂപ്പ്സ് അഡ്മിൻസുമായിട്ട് കണക്ട് ചെയ്യാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? മാം, ഈ ഓവർ തിങ്കിങ് ഹീൽ ചെയ്യുന്ന സമയത്ത് അതിന്റെ റൂട്ട് കോസ് എന്ന് പറയുന്നത് നമുക്ക് കുട്ടിക്കാലത്ത് ഇമോഷണൽ സപ്പോർട്ട് കിട്ടാതിരുന്നതും അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണോ വരുന്നത്? ഏത് സ്ട്രെസ്സും നമുക്ക് വരും. ഇപ്പോൾ ചില കേസിൽ കുട്ടിക്കാലത്ത് മാത്രമല്ല, അവിടുന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങളും. അപ്പോൾ ഓവർ തിങ്കിങ്, ഇപ്പോൾ മാം EFT ചെയ്ത ഒരാളാണ്. അപ്പോൾ ഓവർ തിങ്കിങ് ഉള്ളത് കൊണ്ടുള്ള ഒരു ഇഷ്യൂ ഉണ്ട്. എനിക്ക് ഓവർ തിങ്കിങ് ഉണ്ട്, ഞാൻ പ്രശ്നത്തിലാണ്, എൻ്റെ തോട്ട്സിനെ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു വിഷമം ആദ്യം ഹീൽ ചെയ്യാം. ഓക്കെ ഓക്കെ. അത് ഹീൽ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ പിന്നീട് നമ്മൾ ഓൾറെഡി ഈ ഒരു കാര്യങ്ങളെല്ലാം ഹീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ, അതിന് സൊല്യൂഷൻ ഉണ്ടാവും. ഓക്കെ മാം, ഓക്കെ, താങ്ക് യു. ഓക്കെ, ഈ രീതിയിൽ ചെയ്താൽ മതി കേട്ടോ. നമ്മള് ചൈൽഡ്ഹുഡിലുള്ള ട്രോമാസ് ഉണ്ടായിട്ടല്ലേ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്നത് മാം. യെസ്, അപ്പൊ അതാണ് ആദ്യം ഹീൽ ചെയ്യേണ്ടത് അല്ലെ? അതെ. അത് ഹീലിംഗിലേക്ക് വരുമ്പോൾ നമ്മൾ രണ്ടും, ഇപ്പൊ കറണ്ട് സിറ്റുവേഷൻസ് പ്ലസ് റൂട്ട് കോസസ്, അങ്ങനെയാണ് ഹീൽ ചെയ്ത് പോവുക. ഇപ്പൊ നമുക്ക് ഒരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടെന്ന് വിചാരിക്കുക. ഹെൽത്ത് ഇഷ്യൂ ഉള്ളത് കൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന സങ്കടവും, അല്ലെ, നമുക്കിപ്പോൾ ഒരു ബാക്ക് പെയിൻ ഉണ്ടോ, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇമോഷണലി നമ്മൾ ഡൗൺ ആയി പോകും. അല്ലെ, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് പെയിൻ ഉണ്ട്. ഈ ഒരു കാര്യം ഹീൽ ചെയ്യുക, പ്ലസ് അതിന്റെ റൂട്ട് കോസും കൂടെ ഹീൽ ചെയ്യുക. ഇപ്പൊ കറണ്ട് ഇഷ്യൂസും ഹീൽ ചെയ്യുന്നതോടൊപ്പം ചൈൽഡ്ഹുഡ് മെമ്മറി, അതിന്റെ റൂട്ടും കൂടെ ഹീൽ ചെയ്യുക, അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഇപ്പോൾ നമ്മൾ റിലേഷൻഷിപ്പിൽ ഇഷ്യൂസ് ആണെങ്കിൽ അവിടെ ഫൊഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യുക, പ്ലസ് ചൈൽഡ്ഹുഡിൽ റൂട്ട് കോസും കൂടെ ഹീൽ ചെയ്യുക. അപ്പോഴാണ് അത് പൂർണ്ണമായിട്ടും ക്യൂർ ആവുക. ഹലോ ഹലോ, യെസ് മാം, നമ്മള് ഹീൽ ചെയ്യുക, നമ്മൾ ടാപ്പ് ചെയ്ത് ഹീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ശരിക്കും ആ റൂട്ട് കോഴ്സ് എന്താണെന്ന് കണ്ടെത്തുന്നില്ല. ആ ട്രോമാസ് നമുക്ക് എത്ര ശ്രമിച്ചാലും കണ്ടെത്തുന്നില്ല. അപ്പൊ നമ്മൾ എങ്ങനെയാണ് അത് ഹീൽ ചെയ്യേണ്ടത്? നമുക്കൊരു പ്രോബ്ലം എന്തോ ഉണ്ട്, അതിന് നമുക്ക് ഓരോ പ്രശ്നങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ നമ്മൾ എത്ര അത് ചെയ്തിട്ട് നമുക്ക് ആ ട്രോമാസ് കണ്ടെത്തുന്നില്ലെങ്കിൽ നമ്മളത് എങ്ങനെയായിരിക്കണം ഹീൽ ചെയ്യേണ്ടത്? ഓക്കെ, നിങ്ങൾ എന്ത് മെത്തേഡാണ് റൂട്ട് കോസ് കണ്ടെത്താനായിട്ട് നിങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത്? ഞാൻ EFT ഇത് തന്നെ ടാപ്പ് ചെയ്ത് ഇങ്ങനെ കുറച്ചു നേരം നമ്മളെ മൂവി ആയിട്ട് എടുത്ത് നോക്കും. പക്ഷെ എത്ര എടുത്തിട്ട് എനിക്ക് എന്താണെന്ന് അത് അങ്ങോട്ട് അതിലോട്ട് എത്താൻ പറ്റുന്നില്ല. പക്ഷെ ലൈഫിൽ പ്രോബ്ലംസ് ഉണ്ട് താനും.
ഹെഡിൽ ടാപ്പ് ചെയ്ത് നോക്കാറുണ്ടോ? ഹെഡിലേക്ക് ആ ഞാൻ നോക്കാറുണ്ട്. ഞാൻ എത്ര ചെയ്തിട്ട് എനിക്ക് ആ റൂട്ട് കോസിലൂടെ എത്താൻ പറ്റുന്നുമില്ല. പക്ഷെ അപ്പൊ നമ്മൾ ഓക്കെ ഇങ്ങനെ ആയിരിക്കും അത് ടാപ്പ് ചെയ്താ ഹീൽ ചെയ്യണ്ടേ. ഓക്കെ ഓക്കെ. ഞാനൊന്ന് ചോദിച്ചോട്ടെ, മാമിന് ഇപ്പോൾ ഓപ്പൺ ആയിട്ട് പറയാൻ ബുദ്ധിമുട്ടുണ്ടോ? എന്താണ് ഇഷ്യൂ എന്ന് പറയാമോ? ബുദ്ധിമുട്ടില്ലെങ്കിൽ പറയാം. ശരിക്കും പറഞ്ഞാൽ ആ പ്രോബ്ലം കിട്ടിയാലേ നമുക്ക് ഹീൽ ചെയ്യാൻ പറ്റത്തുള്ളൂ മാം. അല്ല, കറന്റ്ലി നിങ്ങൾ എന്താണ് ഫേസ് ചെയ്യുന്നത്? നിങ്ങൾ റൂട്ട് കോസ് തിരയുന്ന ഒരു കാര്യം ഉണ്ടാവല്ലോ. കറന്റ്ലി നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു ചലഞ്ചിന്റെ റൂട്ട് കോസ് ആണല്ലോ നിങ്ങൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. ഹലോ. ഹലോ മാം, മ്യൂട്ടാണോ? ഹലോ ഹലോ. മാം, എനിക്ക് നെറ്റ്വർക്ക് ഇഷ്യൂസ് വന്നിട്ടുണ്ട്, കേട്ടതുമില്ല. ഓക്കെ. നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ സംസാരിച്ച ആളല്ലേ? ആ ആ. നിങ്ങളിപ്പോൾ കറന്റ്ലി ഒരു ചാലഞ്ച് ഫേസ് ചെയ്യുന്നത് കൊണ്ടാണല്ലോ നിങ്ങൾ അതിന്റെ റൂട്ട് കോസിലേക്ക് പോകുന്നത്. ആ ആ ചാലഞ്ച് എന്താണ്? കറന്റ്ലി നിങ്ങൾ ഫേസ് ചെയ്യുന്ന ചാലഞ്ച് എന്താണ്? എനിക്ക് ഒന്ന് ബിസിനസിന്റെ ഒരു കുറച്ച് നമ്മൾ അങ്ങനെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്, ഇൻകത്തിന്റെ. പിന്നെന്ന് വെച്ചാൽ രണ്ടാമത്തെ വെച്ചാൽ എനിക്ക് കുറച്ച് എക്സ്പെക്ടേഷൻ കൂടുതലാണ് ഇങ്ങനെ. പക്ഷെ അത് എത്ര ആണെങ്കിലും എനിക്കത് അറിയാൻ പറ്റുന്നു, അങ്ങനെ നമ്മൾ ഒന്നും എക്സ്പെക്റ്റും അറ്റാച്ച്മെന്റും സെൻസിറ്റീവ് ഒന്നും ആവില്ലെന്നുള്ളത്. പക്ഷെ എങ്കിലും ഇത് ചില സമയങ്ങളിൽ എനിക്കത് സംഭവിക്കുന്നുണ്ട്. അപ്പൊ എന്താണെന്ന് ഒരു വിധത്തിൽ എനിക്കത് ടാപ്പ് ചെയ്ത് കിട്ടുന്നില്ല, ആ ഒരു പ്രോബ്ലം കിട്ടുന്നില്ല. എന്താ, ഓവർ എക്സ്പെക്ടേഷൻ ആണോ നിങ്ങളുടെ പ്രശ്നം? ഹലോ. മാം കേട്ടില്ലേ? ആ, ഓവർ എക്സ്പെക്ടേഷൻ ആണോ നിങ്ങളുടെ പ്രശ്നമായിട്ടുള്ളത്? അതെ, എക്സ്പെക്ടേഷൻ ഇച്ചിരി കൂടുതലാണ്. പക്ഷെ എന്നാൽ ചില സമയത്ത് അതിലിങ്ങനെ ഓക്കെയാണ്, അങ്ങനെ അല്ലെന്നുള്ളത്. പക്ഷെ എന്നാലും എവിടെയോ ഉം. ഈ ഓവർ എക്സ്പെക്ടേഷൻ അതിൽ രണ്ട് തരത്തില് നിങ്ങൾക്ക് എന്തുകൊണ്ട് നിങ്ങൾ ബ്ലോക്ക് മീൻസ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത രീതിയിലേക്ക് നിങ്ങൾ എത്തുന്നില്ല എന്നുള്ളത് ചെക്ക്. ബിസിനസ്സിലാണോ ഉള്ള ഇഷ്യൂ? എവിടെയാണ് നിങ്ങൾ ബിസിനസ്സിലാണോ ഈ ഓവർ എക്സ്പെക്ടേഷനിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ കിട്ടുന്നില്ല എന്നുള്ളത്? അതോ റിലേഷൻഷിപ്പിലാണോ? ഹലോ മാം, ഡിലേ വരുന്നുണ്ടല്ലോ, എന്താണ്? ഹലോ. ഓക്കെ, നെറ്റ്വർക്ക് ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. മാം ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ ഏത് ബാച്ചിലാണുള്ളത്? ഏത് ബാച്ചിലായിരുന്നു? ഓക്കെ. ഇതിൽ നമുക്ക് മാമിന് കണക്റ്റ് ആവുന്നില്ല എങ്കിലും ഞാൻ പറയാം, കാരണം നിങ്ങൾക്കും അതൊരു ഡൗട്ടായിട്ടുണ്ടാവും അല്ലേ? ഇവിടെ നമ്മൾ എന്താണ് ലാക്ക് ഫീൽ ചെയ്യുന്നത്, എന്താണ് ബ്ലോക്ക് എന്നുള്ളത്. ഇവിടെ ഓവർ എക്സ്പെക്ടേഷൻ എന്ന് പറയുമ്പോൾ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിലേക്ക് ഞാൻ എത്തുന്നില്ല എന്നുള്ളത് വരുന്നു. അപ്പോൾ എവിടെയാണ് പ്രശ്നം എന്നുള്ളത് ഇവിടെ നമ്മൾ നോക്കണം. നെക്സ്റ്റ് വന്നിട്ട് ഈ ഓവർ എക്സ്പെക്ടേഷൻ എന്ന് പറയുമ്പോൾ ചൈൽഡ്ഹുഡിൽ പാരൻസ് നമ്മളോട് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പം ഇത് പോരാ എന്ന് പറഞ്ഞ് നമ്മൾ കമ്പയർ ചെയ്തിട്ട് സംസാരിക്കുക, അല്ലെങ്കിൽ നമ്മളെ ഇങ്ങനെ ആവണം അങ്ങനെ ആവണം എന്നുള്ള രീതിയിൽ നമ്മൾ ഓവറായിട്ട് നമുക്ക് ഈ രീതിയിലുള്ള കാര്യങ്ങൾ വേണം എന്ന് നമ്മളോട് പറയുന്നുണ്ടെങ്കിൽ, അപ്പൊ നമുക്ക് ഇപ്പോഴും ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല. ഇത് പോരാ, ഇതിന് നെക്സ്റ്റ് ലെവൽ വേണം, ഇത് പോരാ, ഇതിന് നെക്സ്റ്റ് ലെവൽ വേണം എന്നുള്ള ഒരു ബിലീഫ് ആയിരിക്കും. എനിക്ക് കിട്ടിയതൊന്നും പോരാ പോരാ എന്നുള്ള രീതിയിൽ. അപ്പം ഇങ്ങനെ ഒരു പ്രശ്നം അനുഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. ഓക്കെ. പിന്നെ നമ്മൾ അവയർനെസ്സിലേക്ക് വരാം. അവയർനെസ്സിലേക്ക് വരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഔട്ട്പുട്ടിലേക്ക് ഒരിക്കലും ഫോക്കസ് ചെയ്യരുത്. നമ്മൾ എന്താണ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വൃത്തിയായിട്ട് ചെയ്യാം. നമ്മൾ ഡിറ്റാച്ച്ഡ് ആവാം. ഓക്കെ. ഹീലിംഗ് പ്ലസ് ഈ ഒരു അവയർനെസ് വരുമ്പം അത് ക്ലിയർ ആവും. നമ്മൾ ഇപ്പോൾ എൻ്റെ ബിസിനസ് ഇത്ര വേണം, ഈ മന്തിൽ ഇത്ര പ്രോഫിറ്റ് വേണം 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 എന്നുള്ളത് നമ്മൾ എന്താ പറയുക, ഓവറായിട്ട് എക്സ്പെക്ട് ചെയ്യരുത്. നമുക്ക് സെറ്റ് ചെയ്യാം ഇത്ര വേണം എന്നുള്ളത്. പക്ഷെ എന്താണ് ആ ഒരു എക്സ്പെക്ടേഷൻ എന്താണ് അവിടെ വരുന്നത്? നമുക്ക് സ്ട്രെസ്സാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. എത്തിയിട്ടില്ലെങ്കിൽ സ്ട്രെസ് ക്രിയേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ നമ്മൾ എന്താണോ നമ്മൾ അവിടെ എന്താണ് ചെയ്യേണ്ടത്, എൻ്റെ ബിസിനസ് ഈ ഒരു പ്രോഫിറ്റിലേക്ക് എത്താനായിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ആക്ഷൻ നമ്മൾ ചെയ്യുക. പിന്നെ നമ്മൾ വിഷ്വലൈസേഷൻ, അഫർമേഷൻസ് കാര്യങ്ങളെല്ലാം ചെയ്യുക.
ഔട്ട്പുട്ട് എന്താണോ അത് അക്സെപ്റ്റ് ചെയ്യുക. എനിക്ക് വരാനുള്ളത് വരും, എന്നിലേക്ക് വരാനുള്ളത് വരും. ഈ രീതിയിൽ അക്സെപ്റ്റൻസ്, ആ ഒരു അവയർനെസ്സിൽ നമ്മൾ പോകണം. ഡിറ്റാച്ച്ഡ് ആവണം. ഔട്ട്പുട്ടുമായിട്ട് നമ്മൾ എന്താണ്, ഡിറ്റാച്ച്ഡ് ആവണം, പോസിറ്റീവായിട്ട്. ഓക്കെ, ആ രീതിയിൽ ചെയ്യാം. മാം ഡിസ്കണക്ട് ആയത്. ഡൗട്ട് ചോദിച്ചോട്ടെ? ഓക്കെ, കേൾക്കാൻ കഴിയുന്നുണ്ടോ? ആ കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഓക്കെ. ഇപ്പം പ്രോസസ്സ് എനിക്ക് ക്ലിയർ ആണ്. ഹീലിംഗ് പ്രാക്ടീസ് ചെയ്യാറുണ്ട്. ഒരു ഡൗട്ട് എന്താ വെച്ചാൽ, ഇപ്പൊ നമുക്ക് കറന്റ് നേരത്തെ എടുത്തിട്ടുള്ള ഇഷ്യൂസ് ഒന്നുമല്ല, പുതിയതായിട്ടുള്ള ഒരു സ്ട്രെസ് ഉണ്ടാകുന്നു വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഇപ്പൊ പുതിയൊരു ഫൈനാൻഷ്യൽ ക്രൈസിസിലേക്ക് പോകുമോ, അല്ലെങ്കിൽ ഫൈനാൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇമോഷൻ, ഭയങ്കരമായിട്ട് ടെൻഷൻ, ആങ്സൈറ്റി അങ്ങനെ ഉണ്ടാകുന്ന ഒരു പ്രോബ്ലം കറന്റ് ഉണ്ടാവുകയാണ്. അപ്പം ഇതനുസരിച്ചിട്ട് നമ്മൾ ആ പ്രോബ്ലം ആദ്യം എടുത്തിട്ട് ടാപ്പ് ചെയ്ത് നോക്കുമ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പഴയ ചൈൽഡ്ഹുഡ് ട്രോമാസോ അല്ലെങ്കിൽ കടന്നു വന്നിട്ടുള്ള കുറെ ഇഷ്യൂസ് കണക്റ്റഡ് ആയിട്ട് അതെല്ലാം ഇനി കിട്ടുന്നുണ്ട്. അത് ലിസ്റ്റ് ഔട്ട് ചെയ്ത് ചെയ്യുന്നുണ്ട്. പക്ഷെ അപ്പം ആദ്യം ഹീൽ ചെയ്യേണ്ടത് ഈ കറന്റ് വന്നിരിക്കുന്ന പ്രോബ്ലം ആണോ, അതോ ചൈൽഡ്ഹുഡിൽ തൊട്ട് ഇങ്ങോട്ട് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഇഷ്യൂസ് ആണോ ആദ്യം ഹീൽ ചെയ്യേണ്ടത്? ഓക്കെ, ഇതിൽ ആദ്യം ഹീൽ ചെയ്യേണ്ടത് കറന്റ് നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടുള്ള ഒരു ഇമോഷനാണ്. എങ്കിലേ നമുക്ക് അവിടെ വർക്ക് ചെയ്യാനായിട്ട് കഴിയുള്ളൂ. ഓക്കെ, നമ്മുടെ മൈൻഡ് കാം ആക്കണല്ലോ, കാരണം നമ്മൾ ഇപ്പോ അതിലാണ് കുടുങ്ങി കിടക്കുന്നത്. അപ്പൊ അത് നമ്മൾ ക്ലിയർ ചെയ്ത് ഹീൽ ചെയ്യുന്നു. ആ ഒരു സ്ട്രെസ്, ഇപ്പം എന്തെങ്കിലും ഫോർ എക്സാമ്പിൾ സ്റ്റാഫ്സിനായിട്ടുള്ള ഒരു ഇഷ്യൂ ആണെങ്കിൽ, ഇപ്പം സ്റ്റാഫ് നിൽക്കുന്നില്ല എന്നുള്ള ഇഷ്യൂ ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അതിലുള്ള ഒരു സ്ട്രെസ് ഉണ്ട്. ആ സ്ട്രെസ് അത് ഹീൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. നമ്മൾ ഹീൽ ചെയ്യാൻ എടുക്കുമ്പം ആദ്യം നമ്മൾ അത് ഹീൽ ചെയ്യാൻ എടുക്കുന്നു, അതിന്റെ റൂട്ട് കോസിലേക്ക് പോകുന്നു, അതിനെ നോട്ട് ഡൗൺ ചെയ്തിട്ട് ആ സമയത്തിന് നമുക്കത് ഹീൽ ചെയ്യാം. ആ ഒരു ഇമോഷൻ നമുക്ക് ഹീൽ ചെയ്യാം. ഓക്കെ, ഇനിയിപ്പോ വേറൊരു ഇഷ്യൂ ആണ്. ഇപ്പൊ നമ്മുടെ വേറെ എന്തെങ്കിലും ഇപ്പോൾ ഫോർഗീവ്നെസിന്റെ കേസസ് ഒക്കെ ഉണ്ടെങ്കിൽ, ഇപ്പോ പാർട്ട്ണറുമായിട്ടുള്ള മീൻസ് എന്തെങ്കിലും ഇഷ്യൂ ആണെങ്കിൽ അവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ മാരീഡ് ലൈഫിൽ ഇഷ്യൂ ആണെങ്കിൽ ആ പാർട്ട്ണറുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. അതിൽ നമ്മൾ ഫോർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ 1, 2, 3 ഒക്കെ ഉണ്ടാവും, അതിൽ ഒരുപാട് ഉണ്ടാവും. അപ്പോൾ ഡെയിലി 1, 2 കാര്യങ്ങൾ ഹീൽ ചെയ്യുന്നു, പ്ലസ് ചൈൽഡ്ഹുഡിലെ പ്രശ്നങ്ങൾ ഹീൽ ചെയ്യുന്നു. ഒരുപാട് പ്രശ്നങ്ങൾ കറന്റ്ലി തന്നെ ഹീൽ ചെയ്യാനുണ്ടെങ്കിൽ അതെല്ലാം ഹീൽ ചെയ്യുന്നത് വരെ നമ്മൾ ചൈൽഡ്ഹുഡ് ട്രോമാസ് ഹീൽ ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ടതില്ല. 1, 2 കാര്യങ്ങൾ ഹീൽ ചെയ്യുന്നു, പ്ലസ് ചൈൽഡ്ഹുഡ് റൂട്ട് കോസിൽ ഒന്നെടുത്ത് ഹീൽ ചെയ്യുന്നു. നെക്സ്റ്റ് ഡേ അങ്ങനെ 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 ഹീൽ ചെയ്ത് ക്ലിയർ ചെയ്ത് പോവാം. ആ രീതിയിൽ ചെയ്താം കേട്ടോ. ഹീലിംഗ് എന്ന് പറയുന്നത് ചില കേസസിൽ നമുക്ക് 1, 2, 3 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കില്ല. അപ്പൊ ഈ രീതിയിൽ ചെയ്യാം. അപ്പോൾ ബിസിനസ്സിലെ പ്രോബ്ലം ഒക്കെ ആണെങ്കിൽ അറ്റ് എ ടൈം നമ്മൾ അത് ഹീൽ ചെയ്തിട്ട് റൂട്ട് കോസും കൂടെ ഹീൽ ചെയ്യും. ആ രീതിയിൽ ചെയ്യും. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പൊ ശരി, നമുക്ക് അതിന്റെ വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ട് ആർക്കെങ്കിലും? നമ്മുടെ എല്ലാ പ്രോബ്ലംസിനും ചൈൽഡ്ഹുഡ് ട്രോമ കണക്റ്റഡ് ആണല്ലേ മാം? യെസ് മാം, എത്രയും പെട്ടെന്ന് കോഴ്സിലേക്ക് വരൂ കേട്ടോ. ഓക്കെ ഓക്കെ. ഇപ്പോ ഒരു സർഫേസ് ഹീലിംഗ് ആണ് മാമിനുള്ളത്. മീൻസ് പുറമേ ഉള്ള ഒരു ഹീലിംഗിലാണ് മാം ഉള്ളത്, പക്ഷെ ഉള്ളിലുള്ള പ്രശ്നങ്ങളെല്ലാം അവിടെ കിടക്കുന്നുണ്ട്. യെസ്, കറക്റ്റ് ആണ്. ഓക്കെ, അപ്പോ ഒന്ന് ആലോചിച്ച് നോക്കിയേ, അതും കൂടെ ഹീൽ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. അതെ അതെ. ഓക്കെ, ഇൻഷാല്ലാ എന്തായാലും വരണം FT-ലേക്ക്. യെസ്, ആഗ്രഹിച്ചോളൂ, വരും കേട്ടോ. ഓക്കെ, അതിലേക്കുള്ള വഴി തെളിഞ്ഞു വരും. വിഷ്വൽ ചെയ്യാം. താങ്ക് യു മാം, സൂപ്പർ സെഷൻ. ഓക്കെ, താങ്ക് യു. മാം ഒരു ആങ്സൈറ്റിയുടെ കാര്യം പറഞ്ഞില്ലേ, അതായത് മരിച്ചു പോകുന്നുള്ള ഒരു പേടി. അപ്പൊ അതില് നമ്മൾ ആ ഒരു ആങ്സൈറ്റി ആണോ അത് ആ ഒരു പേടിയാണോ, എന്താണ് ശരിക്കും അതില് ആ ഒരു ഇമോഷൻ വരുന്നത് എന്താണ്? നമ്മളുടെ ആങ്സൈറ്റി ആയിരിക്കുമോ? നമ്മൾ എന്താ ഹീൽ ചെയ്യുന്നത്? നമ്മൾ ആ ഒരു ആങ്സൈറ്റി, ആ ഒരു ഫിയർ ആയിരിക്കും നമുക്ക് കറലി ഉണ്ടാവും. എന്തെങ്കിലും ഒരു ഇപ്പൊ മരണഭയം ഉള്ളവർക്ക്, ഇപ്പൊ നാട്ടിലെ കാര്യം മരിച്ചു അല്ലെങ്കിൽ ഫാമിലിയിൽ ആരും മരിച്ചു എന്ന് പറയുമ്പോഴേക്കും ട്രിഗർ ആവും, ആ ഒരു ഫിയർ വരും. അപ്പൊ ആ ഒരു ആങ്സൈറ്റി ഉള്ളത് കൊണ്ടുള്ള ഫിയറും അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നം അനുഭവിക്കുന്നത് കൊണ്ടുള്ള ഒരു ഇമോഷൻ ഉണ്ടാവില്ലേ, അത് ഹീൽ ചെയ്യാം. ഓക്കെ, പക്ഷെ ആങ്സൈറ്റി പൂർണ്ണമായിട്ട് ക്ലിയർ ചെയ്യണമെങ്കിൽ അതിന് കണക്റ്റഡ് ആയിട്ടുള്ള
റൂട്ട് കോസസ് ഉണ്ടാവും. ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ചെറുപ്പത്തില് മരണത്തെക്കുറിച്ച് കേട്ടിട്ടുള്ള കഥകളാവാം, അല്ലെങ്കിൽ ആക്സിഡന്റ് ആയിട്ട് അങ്ങനെ അതുമായി റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും മെമ്മറീസ് ഉണ്ടാവും. ചില ആളുകൾ ഇപ്പം മതപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ മരിച്ചു പോയാൽ അവിടെ ഇങ്ങനെയാണ്, അങ്ങനെ അങ്ങനെ ആ രീതിയിൽ ഒരുപാട് കേൾക്കുമ്പം അപ്പോൾ പേടി വരും. അപ്പോൾ ചൈൽഡ്ഹുഡിലൊക്കെ ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു പ്രശ്നമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇതിൽ നിന്നൊക്കെയാണ് ആങ്സൈറ്റി ഉണ്ടാകുന്നത്. ഓരോ ആങ്സൈറ്റിക്കും അതിന് കണക്റ്റഡ് ആയിട്ടുള്ള റൂട്ട് ഉണ്ട്. ഇപ്പം ഹെൽത്ത് ആങ്സൈറ്റി ആണെങ്കിൽ ഫാമിലിയിൽ ആർക്കെങ്കിലും ഹെൽത്ത് ഇഷ്യൂ വന്നിട്ട് അത് സ്ട്രഗ്ലിങ്സ് നമ്മൾ കാണുക, ഇതൊക്കെ റൂട്ട് കോസ് ആയിട്ട് വരും. അല്ലെങ്കിൽ നമ്മൾ ഓവറായിട്ട് വീട്ടിലിങ്ങനെ എന്താണ് അങ്ങനെ അത് ചെയ്യരുത്, ഇപ്പം തണുത്ത വെള്ളം കുടിക്കരുത്, അസുഖം വരും. അല്ലെങ്കിൽ എന്താണ് അല്ലേ, ചില പാരൻസ് ഉണ്ടാവും ഓവർ സ്ട്രിക്റ്റ് ആയിട്ട് കുട്ടികളെങ്ങനെ അവർ ആങ്ഷ്യസ് ആയിരിക്കും, അസുഖം വരും അസുഖം വരും എന്നുള്ള രീതിയിൽ. അത് മണ്ണിൽ കളിക്കാൻ പാടില്ല, ഇങ്ങനെ 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 ഒരുപാട് നമ്മൾ പ്രോഗ്രാം ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അതൊക്കെ ഹെൽത്ത് ആങ്സൈറ്റി കാരണമാണ്. ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള റൂട്ടുകളുണ്ട്. ഇപ്പം നമ്മുടെ ബാച്ചിലർ ഉണ്ടായിരുന്ന ഒരാളാണ് മരിക്കുമോ എന്നുള്ള പേടിയായിരുന്നു എപ്പോഴും. അപ്പോൾ ആളുടെ ലൈഫിൽ അച്ഛൻ കുട്ടിക്കാലത്ത് അച്ഛൻ മരിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ ആ അച്ഛൻ പെട്ടെന്ന് മരിക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു കാര്യങ്ങളെല്ലാം വലിയ ട്രോമയാണ്. അതിനുശേഷമുള്ള സ്ട്രഗ്ലിങ്സ്, അങ്ങനെയുള്ള ഓരോ കാര്യം, ഞാൻ മരിച്ചു പോവോ ഞാൻ മരിച്ചു പോവോ, പെട്ടെന്നുള്ള മരണങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഇങ്ങനെയൊക്കെ പല ഓരോരുത്തരുടെ ലൈഫിലും ഡിഫറെൻ്റ് ആയിരിക്കും. ഇങ്ങനെയുള്ള കണക്റ്റഡ് ആയിട്ടുള്ള റൂട്ട് കോസസ് ആണ് ഉണ്ടാവുക. കേട്ടോ, ക്ലിയർ ആയല്ലോ മാം? യെസ് മാം. ആങ്സൈറ്റി പൂർണ്ണമായിട്ടും ഹീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് കണക്റ്റഡ് ആയിട്ട് എന്താണോ ഉള്ളത് അതും കൂടെ ഹീൽ ചെയ്യണം. ആങ്സൈറ്റി ഉള്ളതുള്ളൊരു പ്രശ്നമാണ് കറന്റ് ഹീൽ ചെയ്യേണ്ടത്, ആദ്യം ഹീൽ ചെയ്യേണ്ടത്. കേട്ടോ, ഓക്കെ 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 ഓക്കെ, താങ്ക് യു. വെൽക്കം. എനി അതർ ക്വസ്റ്റ്യൻസ്? ഓക്കെ, ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു ഓൾ, താങ്ക് യു സോ മച്ച്. ഇത്രയും സമയം നിങ്ങൾ കേട്ടതിന്, ലിസൺ ചെയ്തതിന്, മനസ്സിലാക്കിയതിന്, പഠിച്ചതിനെല്ലാം. പിന്നെ ഒരു റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങളിപ്പോൾ സെഷൻ ഡെയിലി അറ്റൻഡ് ചെയ്യുന്നവരാണ്, മോർണിംഗ് സെഷൻ അതുപോലെ മെഡിറ്റേഷൻ, നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലേക്ക് അല്ലെങ്കിൽ റിലേറ്റീവ്സിലേക്ക് അത് അയച്ചു കൊടുക്കുക. ഒരുപാട് പേര് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് ചുറ്റും ഒരുപാട് പേര് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്യുക, മോർണിംഗ് സെഷനിലേക്കും മെഡിറ്റേഷനിലേക്കും ഒക്കെ കൊണ്ടുവരാം. കേട്ടോ, ഓക്കെ. അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിക്കാം. താങ്ക് യു ആൾ, താങ്ക്സ് അഗെയിൻ. ഹാവ് എ Thank you, നൈസ് ma'am. Okay, Thank you. thank you, ma'am. Thank you, ma'am.